ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് അങ്ങനെ തുടങ്ങാം. ഇപ്പൊ ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ പറയുന്നേ? ഓക്കെ. അപ്പം ക്രൈമിന്റെ ക്ലാസ്, എന്റെ സൗണ്ട് ആയിട്ട് ആരും പേടിക്കരുത്, എനിക്ക് ലേശം കോൾഡ് ഉണ്ട്, അപ്പം ഭയങ്കര കട്ടിയുള്ള സൗണ്ട് ആയിരിക്കും. ഓക്കെ. അപ്പം ക്രൈം നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് അല്ലേ ഇത്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ക്രൈം ആക്ച്വലി? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്താണ് ക്രൈം അല്ലെങ്കിൽ ക്രിമിനൽ ലോ? നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടോ സ്ക്രീൻ? ഹലോ, നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടോ സ്ക്രീൻ? നോ. ഓക്കെ. ഓക്കെ. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ക്രൈം? ക്രൈം എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ഇല്ലീഗൽ ആൻഡ് വിച്ച് പീപ്പിൾ ആർ പണിഷ്ഡ് ഫോർ. ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അതിന്
പീപ്പിൾ പണിഷ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് ബേസിക്കലി ക്രൈം എന്ന് പറയുന്നത്. എന്നിട്ട് അവരെ ജയിലിലേക്ക് അയക്കുന്നു. ദിസ് ഇസ് നോൺ ആസ് ക്രൈം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഒരു ഇല്ലീഗൽ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, അതാണ് ക്രൈം. അപ്പൊ നമുക്ക് ഈ ക്രൈമിനെ എന്താ ഒരു സബ്സ്റ്റാൻഷ്യൽ ലോ ആണ് ക്രൈം. അതിന് എന്താ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ലോ ആണ് നമുക്ക് ഈ ക്രിമിനൽ ലോ. അതായത് ആദ്യം നമുക്ക് IPC ആയിരുന്നു, ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ നമുക്കുള്ളത് BNS ആണ്. നമുക്ക് ലോ മാറിയത് എല്ലാവരും അറിഞ്ഞാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു 2023 വരെ അല്ലെങ്കിൽ 2024 വരെ കെയിം ഇൻ ടു ഫോഴ്സ് BNS ജൂലൈ 1-നാണ് 2024. അപ്പൊ 2024 വരെ 2023 വരെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ലോ, പ്രിവെയിലിംഗ് ആയിട്ടുള്ള ലോ എന്ന് പറയുന്നത് IPC ആണ്, ഇന്ത്യൻ പീനൽ കോഡ്. അതെല്ലാരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് ആക്ച്വലി IPC, അതായത് IPC ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് എന്താണ്? IPC ആണ്. IPC ഞാൻ ഇപ്പൊ എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഇൻ ബിറ്റ്വീൻ വരുവാണെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, IPC എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ്. അത് എന്താ എനാക്ട് ചെയ്യപ്പെട്ടത് 6 ഒക്ടോബർ 1860 അത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത്, അതായത് പ്രാബല്യത്തിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st ജാനുവരി 1862. ഈ സാധനം എപ്പോഴും നമുക്ക് എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്, പ്രീ എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് ഈ ഡേറ്റ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എനാക്ട് ചെയ്ത വർഷം, കെയിം ഇൻ ടു ഫോഴ്സ് ചെയ്ത വർഷം ഓർത്ത് വയ്ക്കുക. ഇനി IPCനെ പറ്റി നമ്മൾ കൂടുതൽ പറയുമ്പം എന്താ ഇതെങ്ങനെ വന്നു എന്നുള്ളത്, അതായത് പണ്ടൊരു ചാർട്ടർ ആക്ട് 1833 ചാർട്ടർ ആക്ട് എന്നൊരു ആക്ട് ഉണ്ടായിരുന്നു. അതിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഫസ്റ്റ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡ്രാഫ്റ്റ് ചെയ്തതാണ് ഇന്ത്യൻ പീനൽ കോഡ്. അന്ന് അതിന്റെ ചെയർമാൻഷിപ്പ് വഹിച്ചത് ലോർഡ് മക്കോളി എന്ന് പറയുന്ന ആളാണ്. ഞാനിവിടെ എഴുതാം, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇതാവും. ആദ്യം നമുക്ക് ചാർട്ടർ ആക്ട് ഉണ്ടായിരുന്നു. ചാർട്ടർ ആക്ട് 1833 വന്ന ചാർട്ടർ ആക്ട് ഉണ്ടായിരുന്നു. അതിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഫസ്റ്റ് ലോ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ വന്നു. അവര് ഡ്രാഫ്റ്റ് ചെയ്തതാണ് എന്ത്? ഇന്ത്യൻ പീനൽ കോഡ് IPC 1860. IPC 1860 അവര് ഡ്രാഫ്റ്റ് ചെയ്ത സംഭവമാണ്. അപ്പൊ ഇത് ആരുടെ ചെയർമാൻഷിപ്പിലായിരുന്നു? ചെയർമാൻഷിപ്പ് ഓഫ് ലോർഡ് മക്കോളെ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലോർഡ് മക്കോളെ. ഇത് ഞാൻ എന്റെ ഹാൻഡ് റൈറ്റിംഗ് പറഞ്ഞതിൽ വിഷയമുണ്ടോ? പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, കാണാൻ പറ്റുന്നില്ല. ഹാൻഡ് റൈറ്റിംഗ് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലെന്ന്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് IPC നമ്മൾ പഠിച്ചു. ഇനി ഇത്രയും വർഷം നീണ്ടു നിന്ന ഒരു ഇതായിരുന്നു. അപ്പം 2024 വരെ നമ്മൾ IPC ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിനുശേഷം BNS വരെയാണ്, അതായത് ഭാരതീയ ന്യായ സംഹിത വരെയാണ്. അപ്പൊ IPCനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് BNS. അപ്പൊ അതിനകത്ത് കുറെ അമെന്റ്മെന്റ്സും പിന്നെ കുറെ പുതിയ ലോയും അങ്ങനെ മൊത്തത്തിൽ കുറെ ചെറിയ കുറെ ചേഞ്ചസുകളും അവിടെ ഇവിടേക്കായിട്ട് വന്നുപോയിട്ടുണ്ട്. അപ്പം BNS, ഇപ്പം IPC നമ്മൾ പഠിച്ചു. ഇനിയിപ്പോ അതിനകത്ത് ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി BNS വരുമ്പോ പിന്നെ ഒരു കാര്യം വിട്ടുപോയി. IPCയില് നേരത്തെ ഉണ്ട IPCയില് അത് ഇനിഷ്യൽ ടൈമില് എന്താണ്, ഇനിഷ്യൽ തുടങ്ങിയപ്പം 23 ചാപ്റ്റേഴ്സും 511 സെക്ഷൻസും ആണ് ഉണ്ടായിരുന്നത്. ഇത് IPCയുടെ ആണ് ഈ പറയുന്നത്.
ഇനിഷ്യൽ ടൈമില് 23 ചാപ്റ്റേഴ്സും 511 സെക്ഷൻസുമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് 26 ചാപ്റ്റേഴ്സും പിന്നെ 511 സെക്ഷൻസും ആവാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ 3 അമെന്റ്മെന്റുകളാണ് വന്നിട്ടുള്ളത്. 2013-ലും 2018-ലും 2019-ലും IPC-ല് അമെന്റ്മെന്റ് എന്ന് വെച്ചാൽ അറിയാലോ, ഇപ്പൊ ഉള്ള ലോയിനെ എന്താണ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കോ അല്ലെങ്കിൽ ഉള്ളത് വെട്ടിക്കളയോ അല്ലെങ്കിൽ റിപ്പീൽ എന്തെങ്കിലും ചെയ്യുന്നതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് അമെന്റ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പം സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. അപ്പം അമെന്റ്മെന്റ് 3 പ്രാവശ്യമാണ് IPC-ൽ വന്നിട്ടുള്ളത്. ഏതൊക്കെ ടൈമിലാണ് അമെന്റ്മെന്റ് വന്നിട്ടുള്ളത്? 2013-ല് 2018-ലും 2019-ലും ഈ 3 ടൈമിലാണ് IPC-ലെ അമെന്റ്മെന്റുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ IPC-നെ പറ്റി നിങ്ങൾക്കൊരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പുതിയ, ഇപ്പം ഞാനത് വായിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാം. നമുക്ക് BNS-നെ പറ്റി നോക്കാം. ഇനി BNS നമ്മുടെ IPC-നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഒന്നാണ് BNS. BNS ഭാരതീയ ന്യായ സംഹിത. ഓക്കെ, ഇത് അഡോപ്റ്റ് ചെയ്ത വർഷം നമ്മൾ IPC പഠിച്ച പോലെ തന്നെ ഇത് അഡോപ്റ്റ് ചെയ്ത വർഷം 25th December 2023-ലാണ്. ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് പ്രാബല്യത്തിൽ വന്നത് 1st July 2024-ലാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വരുന്ന സമയത്ത് 20 ചാപ്റ്റേഴ്സും BNS-ന്റെ ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 26 ചാപ്റ്റേഴ്സ് 511 സെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ BNS വന്നപ്പം 20 ചാപ്റ്റേഴ്സും ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. 20 ചാപ്റ്റേഴ്സും 511 സെക്ഷൻസും. ഓക്കെ, സോറി 511 സെക്ഷൻസ് അല്ല, ഇതിന്റെ ലാസ്റ്റ് സെക്ഷൻ വരുന്ന 358-ഉം ലാസ്റ്റ് ചാപ്റ്റർ 20 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പം BNS-നെ പറ്റിയും IPC-നെ പറ്റിയും ഒരു ഐഡിയ കിട്ടി. രണ്ടും എന്താ IPC-നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് BNS. സിമ്പിൾ ആണ്. നമ്മളെ ക്രൈമിനെ പറ്റി പറയുന്ന ഡയറി ഡെഫിനിഷൻ സബ്സ്റ്റാൻഷ്യൽ ലോ ആണ് IPC. അതിന്റെ ന്യൂ വേർഷൻ ആണ് BNS. ഇപ്പൊ IPC ഇല്ല, IPC കളഞ്ഞു. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ എന്തെങ്കിലും FIR ഇടുവാണെങ്കിൽ BNS-ന്റെ ബേസിസിലായിരിക്കും ഇടുക, കാരണം IPC മാറി BNS വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ക്രൈമിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ക്രിമിനൽ ലോ, ഇപ്പൊ ആദ്യത്തെയാണ് ഞാൻ വായിക്കുന്നത്. ക്രിമിനൽ ലോ ഗവേൺസ് ഒഫൻസസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാ? ഇപ്പം കുറ്റം ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ലേ? അപ്പം ഈ ക്രിമിനൽ ലോ എന്ന് പറയുന്ന ഒഫൻസസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? എനിവൺ അറിയോ? ഓക്കെ, അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. ഇപ്പം ഇൻഡിവിജ്വൽ ആണ് ഈ ഹാം ചെയ്യുന്നതെങ്കിൽ കൂടെ ഇത് സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇതിന്റെ ഹാം അനുഭവിക്കേണ്ടി വരുന്നത്. അതാണ് അതിന്റെ റീസൺ. ഇനി നെക്സ്റ്റ് വൺ, കൺസേൺഡ് വിത്ത് ക്രൈം പണിഷ്മെന്റ് ആൻഡ് സോഷ്യൽ ഓർഡർ, സ്റ്റേറ്റ് ഈസ് ദ പ്രോസിക്യൂട്ടിംഗ് അതോറിറ്റി. അതായത് ഇപ്പം ഒരു കേസ് ഉണ്ടായാൽ ഇപ്പം അക്യൂസ്ഡ്, അതായത് വാദി പ്രതി എന്നൊക്കെ പറയില്ലേ, അപ്പം ഈ സ്റ്റേറ്റ് ആയിരിക്കും പ്രോസിക്യൂട്ടിംഗ് അതോറിറ്റി. അതായത് നമ്മളിപ്പോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് വിസസ് സ്റ്റേറ്റ് എന്ന് നിങ്ങൾ കേസ് ലോ ഒക്കെ പഠിക്കുമ്പം കാണില്ലേ? ഇപ്പം എന്റെ പേര് ആൻ എന്നാണ്, അപ്പം ആൻ സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരില്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് എന്തുകൊണ്ടാണ്? എന്റെ റീസൺ സ്റ്റേറ്റ് ആയിരിക്കും ദ പ്രോസിക്യൂട്ടിംഗ് അതോറിറ്റി, അതുകൊണ്ടാണ്. ഇനി ഫോക്കസസ് ഓൺ പബ്ലിക് റോങ് നോട്ട് പ്രൈവറ്റ് ഡിസ്പ്യൂട്ട്സ്. പ്രൈവറ്റ് ഡിസ്പ്യൂട്ട്സിനെ പബ്ലിക് റോങ്, അതുകൂടെ നിങ്ങൾ ചിന്തിക്കുക, ക്രൈം എന്ന് പറയുന്നത് ഒരു പബ്ലിക് റോങ് ആണ്.
ഇറ്റ്സ് നോട്ട് എ പ്രൈവറ്റ് റോങ്. പബ്ലിക് റോങ് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിലോ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒന്നിച്ച് അവർക്കും കൂടെ ബാധകമായിട്ടില്ല. അതാണ് ഈ പബ്ലിക് റോങ്. പ്രൈവറ്റ് ഡിസ്പ്യൂട്ട്സ് അല്ല. ഓക്കെ, ഇത് മെയിൻ പോയിന്റ് ആണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഇനി സ്റ്റാറ്റ്യൂട്ടറി കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇത് ഭാരതീയ ന്യായ സംഹിത IPC ആണ്. IPCനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നത് നമ്മൾ പറഞ്ഞു. ഇത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നത് CRPC, നമ്മുടെ പ്രൊസീജിയർ. ഇപ്പം ഈ IPC അല്ലെങ്കിൽ BNS എന്താണ്, ഈ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ക്രൈമിന്റെ ഏതൊക്കെ സെക്ഷൻസും എല്ലാം അതിനെ ഡിഫൈൻ ചെയ്യുന്നു. ഈ രണ്ടാമത്തെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതിന്റെ പ്രൊസീജിയറുകളെ പറ്റി, അതിന്റെ എന്താ പറയാ ട്രയൽസിനെയും പ്രൊസീജിയേഴ്സിനെയും അതെങ്ങനെ ആ ഒരു ലോ കൊണ്ടുപോകണം എന്ന് പറയുന്നതിനെയാണ്, എന്ന് വിശദീകരിക്കുന്നതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അത് CRPC റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ആക്ട് ആണ്. ഓക്കെ, അങ്ങനെ 3 എണ്ണമായി. പിന്നീട് എവിഡൻസ് ആക്ട് ഉണ്ടായിരുന്നു നേരത്തെ, അതിപ്പം BSC ആയി, ഭാരതീയ സാക്ഷ്യ അധിനിയം, അത് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ഇനി മീനിങ് ഓഫ് ക്രിമിനൽ ലോ എന്താ? ക്രിമിനൽ ലോന്റെ മീനിങ് അതിനകത്ത് എന്തൊക്കെയാ പറയാ? ഒഫൻസുകൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, പ്രിസ്ക്രൈബ്സ് പണിഷ്മെന്റ്. ആദ്യം എന്തൊക്കെയാണ് ഒഫൻസുകൾ എന്ന് പറയുന്നുണ്ട്, അതിന്റെ പണിഷ്മെന്റുകൾ എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്, റെഗുലേറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ, ട്രയൽ ആൻഡ് പണിഷ്മെന്റ്, പിന്നെ പ്രയോറിറ്റൈസ് പബ്ലിക് ഓർഡർ ഓവർ ഇൻഡിവിജ്വൽ ഓട്ടോണമി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഓർഡറിനാണ് പ്രയോറിറ്റൈസ് ചെയ്യുക ഓവർ എന്ത്, ഇൻഡിവിജ്വൽ ഓട്ടോണമി. അപ്പൊ കണ്ടോ, പ്രൊട്ടക്ഷൻ ഓഫ് കളക്റ്റീവ് സോഷ്യൽ ഇൻട്രസ്റ്റ്, സോഷ്യൽ ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുക, അല്ലാതെ ഒരു ഇൻഡിവിജ്വലിന്റെ ഓട്ടോണമിക്ക് അല്ല. ഓക്കെ, ഇനി ഒബ്ജക്ട്സ് ഓഫ് ക്രിമിനൽ ലോ. ഈ ക്രിമിനൽ ലോ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഒബ്ജക്ട്സ്? ക്രിമിനൽ ലോ നമുക്ക് ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ? പ്രൊട്ടക്ഷൻ ഓഫ് സൊസൈറ്റി, സൊസൈറ്റീനെ ഇപ്പം ഒരുപാട് എന്താ പറയാ ഒരുപാട് ഹാമുകളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പം ഈ ക്രിമിനൽ ലോ ഉള്ളത് കൊണ്ട് കുറെ പേരെങ്കിലും പേടിച്ചിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കും ഇല്ലേ. അപ്പം നമ്മുടെ സൊസൈറ്റിന് ഒരു വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണ് ഈ പറയുന്ന ക്രിമിനൽ ലോസ്. അതേപോലെ തന്നെ അടുത്ത ഡിറ്റേറൻസ് ത്രൂ പണിഷ്മെന്റ്. അതായത് പണിഷ്മെന്റ്, ഇപ്പം ഒരു കുറ്റം ചെയ്തതിന് ശേഷം ഒരു പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറെ പേരൊക്കെ ഒതുങ്ങും. അപ്പൊ ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആള് ആ ഒരു കുറ്റം ചെയ്യാൻ പോകുമ്പോഴത്തേനും പുള്ളി ഒന്ന് ചെയ്യും, ഒന്ന് പേടിക്കും, ഒരു ഫിയർ ഉണ്ടാവും. അപ്പൊ പണിഷ്മെന്റ് ഡിസ്കറേജസ് പീപ്പിൾ ഫ്രം കമ്മിറ്റിംഗ് ക്രൈംസ്. അതാണ് ഡിറ്ററൻസ് ത്രൂ പണിഷ്മെന്റ്. ഞാൻ വേണമെങ്കിൽ ഇതോടെ സൈറ്റിൽ ഇങ്ങനെ എഴുതിയിടാം കേട്ടോ. ഇനി പണിഷ്മെന്റ്, അടുത്തത് പണിഷ്മെന്റ് ആൻഡ് റിട്രിബ്യൂഷൻ. അതായത് it ensures that wrongdoers are punished for their actions, giving justice to the victims and society. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം, അതുവഴി എന്ത്, വിക്ടിംസിനും സൊസൈറ്റിക്കും അവർക്ക് എന്താ ജസ്റ്റിസ് കൊടുക്കണം. അതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റീഫോർമേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അതായത് criminal law aims to reform criminals so they can be law-abiding citizens instead of repeat offenders. നമ്മൾ ഈ പരോൾ അല്ല ജയിലിലൊക്കെ ഇട്ടിട്ട് കുറച്ചാൾ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞുമ്പോഴത്തേനും അവര് ചിലര് വീണ്ടും ക്രൈം ചെയ്യാറുണ്ട്, പക്ഷെ ചിലരെങ്കിലും അത് റിഫോം ചെയ്തു വന്ന് വരുന്നവരുണ്ട്. അപ്പൊ ക്രിമിനൽ ലോ കൊണ്ട് അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ക്രിമിനൽ ലോ എയിംസ് ടു റിഫോം ക്രിമിനൽസിനെ റിഫോം ചെയ്യാനായിട്ട് ക്രിമിനൽ ലോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് മെയിൻ്റനൻസ് ഓഫ് റൂൾ ഓഫ് ലോ. ഇറ്റ് അപ്ഹോൾഡ്സ് ലോ ആൻഡ് ഓർഡർ ബൈ മേക്കിംഗ് ഷുവർ everyone follows the same rules and no one is above the law. No one is above the law. ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ആരും നിയമത്തിന് മുകളിലല്ല, എല്ലാവരും നിയമത്തിന് തുല്യരാണ്. നമ്മൾ സിനിമകളിലൊക്കെ ഇട്ടിട്ടില്ലേ, അതേപോലെ അല്ല, ഇറ്റ്സ് ട്രൂ. അതായത് നമ്മൾ എല്ലാവരും നിയമത്തിന് അബൈഡ് ആണ്. നെക്സ്റ്റ്, അപ്പം ഈ ക്രിമിനൽ ലോ ഇത് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ ലോ ഇതിനെ ഹെൽപ്പ് ചെയ്യും. ആരും എന്താ നിയമത്തിന് മുകളിലല്ല, എവ്രിവൺ ഇസ് ഈക്വൽ ബിഫോർ ലോ. ഇനി മോഡേൺ വ്യൂ എന്ന് പറയുന്നത് ക്രിമിനൽ ലോ ആസ് എ റിസ്ക് മാനേജ്മെന്റ് ടൂൾ ഫോർ സോഷ്യൽ സ്റ്റെബിലിറ്റി. ഇപ്പം എന്താ പറയാ ക്രിമിനൽ ലോ ഇപ്പൊ മോഡേൺ വ്യൂവില് ഒരുപാട്, അതായത്
ഹാം കോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷർ വരെ ഇപ്പൊ നമ്മുടെ മോഡേൺ ക്രിമിനൽ ലോ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടുഡേ ക്രിമിനൽ ലോ ഓൾസോ ഹെൽപ്സ് മാനേജ് റിസ്ക് ടു സൊസൈറ്റി ബൈ പ്രിവെയിലിംഗ് ഫ്യൂച്ചർ ഹാം. ഫ്യൂച്ചർ ഹാമിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് കൂടെ നമ്മുടെ മോഡേൺ ക്രിമിനൽ ലോസ് എടുക്കുന്നുണ്ട്. അതാണ് മാനേജ് സോഷ്യൽ റിസ്ക് ആൻഡ് മെയിൻറ്റെയിൻസ് സോഷ്യൽ സ്റ്റെബിലിറ്റി. ഇത്രയും പറഞ്ഞത് നിങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും മെസ്സേജസ് ഓർ യെസ്? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബാക്കി പോവാലോ. ബാക്കി ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമുക്ക് വീണ്ടും സൗണ്ട് എനിക്ക് സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പം ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ. അപ്പൊ നമുക്കിനി സോഴ്സസ് ഓഫ് ക്രിമിനൽ ലോ. ഓക്കെ. അപ്പൊ നമുക്കിനി സോഴ്സസ് ഓഫ് ക്രിമിനൽ ലോ എന്തൊക്കെയാന്ന് നോക്കാം. ക്രിമിനൽ ലോ എന്റെ സോഴ്സസ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാരതീയ ന്യായ സംഹിത 2023 സബ്സ്റ്റാൻഷ്യൽ ക്രിമിനൽ ലോ ആണ്. അടുത്ത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 പ്രൊസീജിയർ അറസ്റ്റ് ട്രയൽ. നേരത്തെ പറഞ്ഞ പോലെ ഇത് IPC അതായത് ഭാരതീയ ന്യായ സംഹിത സബ്സ്റ്റാൻഷ്യൽ ക്രിമിനൽ ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. രണ്ടാമത്തേല് CRPC നമ്മുടെ പ്രൊസീജിയേഴ്സ് പറയുന്നു. ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയില് ഭാരതീയ സാക്ഷ്യ അധിനിയം അതായത് എവിഡൻസ് ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരുന്നു നേരത്തെ. ഇപ്പൊ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം വന്നത്. കണ്ട, ലോ ഓഫ് എവിഡൻസ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയില് ആർട്ടിക്കിൾ 20 to 22 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 20 എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. പ്രൊട്ടക്ഷൻ ഇൻ ക്രിമിനൽ കേസസ്. നോ പേഴ്സൺ ക്യാൻ ബി പണിഷ്ഡ്. ആർട്ടിക്കിൾ 20 ആണ് പറയുന്നത്. നോ പേഴ്സൺ ക്യാൻ ബി പണിഷ്ഡ് ഫോർ ആൻ ആക്ട് ദാറ്റ് വാസ് നോട്ട് എ ക്രൈം വെൻ ഇറ്റ് വാസ് ഡൺ. അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു ഹാം ചെയ്യാണ്, അല്ലെങ്കിൽ ഓക്കെ, ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്യാണ്. അതിപ്പം ഞാനിപ്പോ ചെയ്യുന്ന കുറ്റം ഇപ്പൊ ഇവിടെ ലോ പണിഷബിൾ ഒന്നുമല്ല, ഒരു കുറ്റമല്ല ഇപ്പൊ നിലവിലും. ഇപ്പൊ ഞാൻ ചെയ്തു. അടുത്ത വർഷം ഞാനിപ്പോ ചെയ്ത കുറ്റമില്ലേ, ഈ കുറ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു നേച്ചറിൽ ഒരു ലോ പാസ്സാവുക, എന്താണ് ഇനി അങ്ങോട്ട് ഇത് ചെയ്യുന്നത് കുറ്റകരമാണ്. അത് വന്നു. അപ്പൊ ഒരാൾക്ക് എന്നെ ഞാൻ നേരത്തെ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അത് ലോ അല്ലാത്ത സമയത്ത് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ അകത്താക്കാനോ എനിക്ക് കേസ് സ്യൂട്ട് ഫയൽ ചെയ്യാനോ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, നമ്മൾ കുറ്റം ചെയ്യുന്ന സമയത്ത് ആ ലോ പ്രിവെയിലിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കുറ്റക്കാരാണ്. അതായത് നമ്മൾ നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം എക്സാമ്പിൾ പറഞ്ഞുതരാം. നേരത്തെ നമ്മുടെ സതി അല്ലെങ്കിൽ ഇതൊക്കെ എന്താ പറയാ, ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പം അതൊക്കെ എന്താ ക്രിമിനൽ ഒഫൻസുകളാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ നമ്മൾ ഇപ്പൊ നിലവിൽ അത് ഒഫൻസ് ആണ്. അപ്പൊ നമ്മൾ പറയാ ഫണ്ട് ഇങ്ങനെ കയറുന്നു, അവരിപ്പൊ സ്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം അന്ന് അതൊരു ലോ ആയിരുന്നില്ല, പക്ഷെ ഇന്ന് അതൊരു ലോ ആണ്. ഇനി അങ്ങോട്ട് ചെയ്യുന്നതെല്ലാം ഒഫൻസുകളാണ്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ല? ഓക്കെ. എടാ, അതായത് ഇപ്പം എക്സാമ്പിൾ പറയുവാണേ, ഇപ്പോ ഒരു എക്സാമ്പിൾ എങ്ങനെ പറയാം, നിങ്ങൾക്ക് മറ്റേ അഡൽട്ടറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവായ. ഓക്കെ, വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. ഇത് നിങ്ങൾ ഇതായിട്ട് എടുക്കരുത്, എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇപ്പൊ തെഫ്റ്റ് ഇപ്പൊ ഈ ഒരു സമയത്ത് പണിഷബിൾ ഒന്നുമല്ല. അങ്ങനത്തെ ഒരു ലോ ഒന്നുമില്ല. തെഫ്റ്റ് കുറ്റകരമാണെന്ന് പറയുന്ന ഒരു ലോ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒരു വീട്ടിൽ കയറി കട്ടു, ഇത് ചെയ്തു. ഓക്കെ. ഇപ്പൊ ലോ അല്ല, നിങ്ങൾ ഇപ്പൊ ലോ ആണ്, നിങ്ങളത് മനസ്സിലാക്കണം. പക്ഷെ ഞാനിപ്പോ എക്സാമ്പിളിന് വേണ്ടി പറയാണ്. തെഫ്റ്റ് ഒരു നിയമമല്ല, അല്ല കുറ്റകരമല്ല. അപ്പൊ ഞാൻ ഇന്നൊരു വീട്ടിൽ കയറി കട്ടു. 2026 അല്ലേ, 2027 നമ്മുടെ പാർലമെന്റ് ലോ പാസ്സാക്കാണ്. എന്താ മറ്റേ
മോഷണം ഒരു കുറ്റകരമായിട്ടുള്ള ഒഫൻസ് ആണെന്ന് വരികയാണ്. അപ്പൊ ഒരാള് ആൻ ഇങ്ങനെ 2026 തെഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ആളെ ഇപ്പൊ സ്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെ സ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് 2026 അന്ന് ഇതൊരു ഒഫൻസ് അല്ല, പക്ഷെ 2027 ഇതൊരു ഒഫൻസ് ആയി മാറി. അപ്പം ഞാൻ കുറ്റം ചെയ്യുന്ന സമയത്ത് ഇതൊരു ഒഫൻസ് അല്ല, അപ്പൊ എന്നെ സ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അന്ന് ഇങ്ങനത്തെ ഒരു ലോ ഇല്ല. അപ്പൊ എന്റെ വിചാരം എന്താ, കുറ്റം കക്കുന്നത് കുറ്റമല്ല, അപ്പൊ എനിക്ക് ചെയ്തൂടെ? 2027 ഇങ്ങനത്തെ ഒരു നിയമം വരും എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ 2027 പിന്നെ ഞാൻ 2027 തുടങ്ങി വീണ്ടും പോയി മോഷണം നടത്തുവാണെങ്കിൽ അത് കുറ്റമല്ലേ? കാരണം അപ്പൊ ഒരു ലോ ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പോഴും മനസ്സിലായില്ല? മനസ്സിലായോ? ഓക്കെ, കാണുന്നില്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ആർട്ടിക്കിൾ 20 അതാണ്. ഇനി ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. No one can be deprived of life or personal liberty except according to law. It includes the right to live with dignity. എല്ലാവർക്കും ഞാൻ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, ടൈം പ്രശ്നമല്ലേ. അപ്പം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, എല്ലാവർക്കും അവരവരുടെ ഡിഗ്നിറ്റിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 22, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അതാണ് ആർട്ടിക്കിൾ 22. ഞാനിവിടെ എഴുതിയിടാം കേട്ടോ. ആർട്ടിക്കിൾ 20 എന്താണ്? പ്രൊട്ടക്ഷൻ ഇൻ ക്രിമിനൽ കേസസ്. ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ 21 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് ആണ് കേട്ടോ. 22, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അത് വേറൊന്നും പറയുന്നത് നമ്മളിപ്പം കേട്ടിട്ടില്ലേ, അതായത് അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഹാജരാക്കണം എന്നൊക്കെ ഉള്ള. അപ്പം ഈ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്കുള്ള കുറച്ച് റൈറ്റ്സും സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ 24 മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്യണം, ലീഗൽ കൗൺസിലിനെ അറിയിക്കണം, എന്താണ് അവരുടെ ഗ്രൗണ്ട്, അറസ്റ്റ് ചെയ്തതിന്റെ ഗ്രൗണ്ട് എന്ന് ആളെ അറിയിക്കുക, അറസ്റ്റഡ് പേഴ്സണെ അറിയിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അതൊക്കെ ജസ്റ്റ് വായിച്ചു പോവാം. വേണമെങ്കിൽ എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ, നമുക്കിപ്പോ അത് അത്ര ഇമ്പോർട്ടന്റ് ഏരിയ അല്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തെ. ഇനി അതേമാതിരി ഇതിന് സ്പെഷ്യൽ ലോകളുണ്ട്. NDPS എന്ന് പറഞ്ഞാൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. UAPE, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. ഇതിലൊക്കെ ക്രിമിനൽ ലോസ് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ടാണ് സോഴ്സ് ഓഫ് ക്രിമിനൽ ലോയും നമ്മളത് പറയുന്നത്. അത് സ്പെഷ്യൽ ലോസ് ആട്ടോ. ഇനി നേച്ചർ ഓഫ് ക്രിമിനൽ ലോ. ഓക്കെ, നേച്ചർ ഓഫ് ക്രിമിനൽ ലോ. ക്രിമിനൽ ലോയുടെ നേച്ചർ എന്തൊക്കെയാണ്? ഇതൊരു പബ്ലിക് ലോ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതേമാതിരി തന്നെ പ്യൂണിറ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആണ്. സ്റ്റേറ്റ് കൺട്രോൾ പ്രോസിക്യൂഷൻ ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാട്ടോ. ഇനിയിപ്പോ ആർക്കെങ്കിലും ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണോ? നമ്മൾ നേരത്തെ പറഞ്ഞ, അതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാതെ. ഓക്കെ, പറഞ്ഞുതരാം. പബ്ലിക് ലോ ആണ് നമ്മൾ പറഞ്ഞു. ഇനി പ്യൂണിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ടു പണിഷ് ദ ഒഫൻഡർ ഫോർ റോങ് ഡൂയിങ്. ഒരാളെ റോങ് ഡൂവറിനെ പണിഷ് ചെയ്യുക. അടുത്ത പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ ടു ഡിറ്റർ ഒഫൻഡർ ആൻഡ് അതേഴ്സ് ഫ്രോം കമ്മിറ്റിംഗ് സിമിലർ ഒഫൻസ് വേറൊരാളെ കമ്മിറ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യുക, ഡിറ്റർ ചെയ്യുക. അതാണ് പ്രിവെന്റീവ് മെഷർ. ഇനി സ്റ്റേറ്റ് കൺട്രോൾ പ്രോസിക്യൂഷൻ ആണ്, ബേസ്ഡ് ഓൺ ആക്ടസ് റിയസ് ആൻഡ് മെൻസ് റിയസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം, ഈ ആക്ടസ് റിയസ് ആൻഡ് മെൻസ് റിയസ്. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കേട്ട് കഴിക്കും. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ ആക്ഷനും മെൻസ് റിയസ് എന്ന് പറഞ്ഞാൽ ഗിൽറ്റി മൈൻഡും ആണ്. ബേസിക്കലി അത്രയും മനസ്സിലാക്കുക. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ ദ റോങ്ഫുൾ ആക്ട് ആണ്. ദ റോങ്ഫുൾ ആക്ട്. മെൻസ് റിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിൽറ്റി മൈൻഡ് അല്ലെങ്കിൽ ഓർ
ഇന്റൻഷൻ ബിഹൈൻഡ് ദ ആക്ട്. ഒരു ആക്ട് കോസ് ചെയ്യുന്നതിന്റെ പുറകിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഇന്റൻഷൻ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു ക്രൈം ആവുന്നത്. ഓക്കെ, സ്ട്രിക്റ്റ് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ആക്ട് സീരിയസ് പ്ലസ് മെൻ സീരിയസ് ആണ് എന്ത് ഒരു ക്രൈമിനെ കോൺസ്റ്റിറ്റ്യൂട്ട്. ചില കാര്യങ്ങളിൽ എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും എന്താണ് ഒരു റോങ്ഫുൾ ആക്ടും ഒരു ഗിൽറ്റി മൈൻഡും കൂടെ ചേരുമ്പോഴാണ് ഒരു ക്രൈം ഉണ്ടാവുന്നത്. അതിൽ നമുക്ക് എന്താ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അടുത്തത്, കോംപ്രമൈസ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി എൻഡ് ക്രിമിനൽ ലയബിലിറ്റി. ഇത് പറഞ്ഞുതരാം. അതായത് ഒരു റേപ്പ് കേസ്, അതൊരു ഹീനിയസ് ഒഫൻസ് അല്ലേ. ഒരു റേപ്പ് കേസ് ഉണ്ടാവുകയാണ്, ആ റേപ്പ് നടന്ന് സമയത്ത് വിക്ടിമും എന്താ അപ്പം ഇങ്ങനെ ഈ പ്രതി വാദി ആയിട്ടുള്ള അല്ലെങ്കിൽ വിക്ടിമായിട്ടുള്ള ആളോട് പറയാ, ഞാൻ കോംപ്രമൈസ് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇതൊക്കെ തരാം, ഒന്ന് കോംപ്രമൈസ് ആക്കുമെന്ന് പറഞ്ഞാൽ നടക്കൂല. ക്രിമിനൽ ലയബിലിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഒരു ഓപ്ഷൻ അല്ല. കോംപ്രമൈസ് ഓപ്ഷൻ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് എങ്കിൽ പോലും ഈ ക്രിമിനൽ ലയബിലിറ്റി കോംപ്രമൈസ് കൊണ്ട് എൻഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റിന് അവര് ഇങ്ങനെ സ്വയമേ കേസ് എടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ കോംപ്രമൈസ് കൊണ്ട് അത് എൻഡ് ചെയ്യില്ല. ഈ ഹീനിയസ് ഒഫൻസും അതൊന്നും സെറ്റിൽമെന്റ് കൊണ്ട് കോംപ്രമൈസ് കൊണ്ട് എൻഡ് ചെയ്യില്ല. നെക്സ്റ്റ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിമിനൽ ലോ ഓർ കോർ കോൺസെപ്റ്റ്. ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്, criminal law is based on foundational principles ensuring fairness, justice and accountability. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് actus non facit reum nisi mens citria. ഇത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇത് മാക്സിമ, ലീഗൽ മാക്സിമ, ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. ആക്ട് alone does not constitute crime unless accompanied by guilty mind. ഒരു ഗിൽറ്റി മൈൻഡ് ഇല്ലാതെ ഒരു ആക്ട് സ്വയമേ ഒരു ക്രൈമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. അതാണ് ആക്ടസ് നോൺ ഫാസിറ്റ് റിയം നിസി മെൻസ് സിട്രിയ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആക്ടസ് റിയസും മെൻസ് റിയസും കൂടി ചേരുമ്പോഴാണ് ക്രൈം ഉണ്ടാവുകയെന്ന്. അപ്പൊ ഒരു ഗിൽറ്റി മൈൻഡ് ഇല്ലാതെ ഒരു ആക്ടിന് സ്വന്തമേ ഒരു ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ മാക്സിം പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ടസ് റിയസ് എന്ന് പറയുന്നത് റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ ആണ്. മെൻസറിയ എന്ന് പറയുന്നത് ഗിൽറ്റി ഇന്റൻഷൻ ആണ്, അല്ലെങ്കിൽ ഗിൽറ്റി മൈൻഡ് ആണ്. ഇനി ഒരു ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ എസെൻഷ്യൽസ് പഠിക്കണം. എന്തൊക്കെ എസെൻഷ്യൽസ് വേണം തരാം. ഇതാണ് ഈ 3 എണ്ണമാണ് എന്ത് ഒരു ക്രൈമിന്റെ എസെൻഷ്യൽസ് എന്ന് പറയാം. പറയട്ടെ. ഓക്കെ, വോളണ്ടിയറി കോണ്ടക്ട്, അതായത് the act or omission must be done voluntarily and not by accident or coercion. ഒരാളുടെ നിർബന്ധപ്രകാരോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടോ ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ട് ആയിരുന്നു. അവർ സ്വയമേ ചെയ്യുന്ന ഒരു വോളണ്ടറി ആക്ട് ആയിരിക്കണം, കണ്ടക്ട് ആയിരിക്കണം. അടുത്തത്, മെൻസ് റിയ അറ്റ് ദ ടൈം ഓഫ് ദ ആക്ട്. ഈ ആക്ട് നടക്കുന്ന സമയത്ത് എന്താണ് ഗിൽറ്റി മൈൻഡ് ഉണ്ടായിരിക്കണം. അടുത്ത, കാഷ്വൽ ലിങ്ക് ബിറ്റ്വീൻ ആക്ട് ആൻഡ് ഇന്റന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവണം മെന്റൽ സ്റ്റേറ്റും ആ റോങ്ഫുൾ ആക്ടും എല്ലാം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ആക്ടും മൈൻഡും ഉള്ള ആ ഒരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ടാവണം. ഇനി ഫോംസ് ഓഫ് മെൻസറിയ, എന്തൊക്കെ ടൈപ്പ് ഓഫ് എന്താണ് മെൻസറിയ മേ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഡിഗ്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഒഫൻസ്. അതായത് മെൻസറിയയുടെ ഫോംസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇന്റൻഷൻ, അതായത് ആ ഒരു ഇന്റന്റോട് കൂടി ചെയ്യുക, കോൺഷ്യസ് ഒബ്ജക്റ്റീവ് ടു കോസ് എ സ്പെസിഫിക് റിസൾട്ട്. അടുത്ത, നോളജ്, ഈ കുറ്റം ഞാൻ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഇത് കൂടുതൽ ഭാവിയിൽ വന്നേക്കാം എന്നൊരു നോളജ് വെച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത്. അവയർനെസ്, ബേസിക്കലി അവയർനെസ് ദാറ്റ് ആക്ട് ഇസ് ലൈക്ലി ടു കോസ് ഹാം. അടുത്ത, റെക്ലെസ്നെസ്, കോൺഷ്യസ് ടേക്കിംഗ് ഓഫ് ആൻ അൺജസ്റ്റിഫയബിൾ റിസ്ക്. ഒരു റിസ്ക് എടുക്കാനുള്ള കോൺഷ്യസ് ടേക്കിങ്ങിനെയാണ് റെക്ലെസ്നെസ് എന്ന് പറയാം. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഡ്യൂ കെയർ where a reasonable person would have acted cautiously. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സെപ്ഷൻസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മെൻസറിയ വേണം, ആക്ടസ് റിയസ് വേണം, എന്നാലേ ഒരു ക്രൈം ആവുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ എക്സെപ്ഷൻസ് ആണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അതായത് ചില കേസുകളിൽ മെൻസറിയ വേണം എന്നില്ല.
ആക്ട് റോങ്ഫുൾ ആക്ട് തന്നെ മതി, ഗിൽറ്റി മൈൻഡ് വേണം എന്നില്ല. അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്നാണ് നമ്മൾ പറയുന്നത്. ഫുഡ് അഡൾട്രേഷൻ, എൻവിയോൺമെന്റൽ ഒഫൻസസ്, മോട്ടോർ വെഹിക്കിൾ ഒഫൻസസ്. ഈ 3 സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉണ്ട്. അപ്പം ഇത് ദീസ് ഒഫൻസ് ആർ ബേസ്ഡ് ഓൺ പബ്ലിക് വെൽഫെയർ കൺസിഡറേഷന്റെ ബേസിസിലാണ് ഇത് വരുന്നത്. മെന്റൽ എലമെന്റ് വേണം എന്നില്ല. ഒരാളെ നമ്മള് എന്താ പറയാ, ആക്സിഡന്റ് മറ്റേ ഒരു 10, 60, 70, 100 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് ഒരാളെ നമ്മള് തള്ളി, അല്ലെങ്കിൽ ഒരാൾ അയാളെ മരിച്ചു പോയി എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പറയാ എനിക്ക് അയാളെ കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെറുതെ വിടുവോ? ഇല്ല. കാരണം അവിടെ നമുക്ക് മെൻഷനിങ് ഇല്ല. ഇറ്റ്സ് ഫൈൻ, ഗിൽറ്റി മൈൻഡ് ഇല്ല, നമുക്ക് ഒരാളെ കൊല്ലണം എന്നില്ല. പക്ഷെ നമ്മുടെ ആക്ട് കൊണ്ട് അവിടെ ഒരാൾക്ക് ഒരു ഹാം കോസ് ചെയ്തു. ഓക്കെ, അതാണ് എക്സെപ്ഷൻ. സ്ട്രിക്ട് ലയബിലിറ്റി ഓഫ് എക്സെപ്ഷൻസ് അതൊക്കെയാണ്. ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ലീഗാലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ അക്യൂസ്ഡ്. ഇതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു മാക്സിമാണ്, നള്ളും ക്രിമൻ സിനെ ലിഗേ. ആ മാക്സിമം എന്താ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, നോ ക്രൈം വിത്തൗട്ട് ലോ. ലോ ഇല്ലാത്ത സമയത്ത്, നേരത്തെ ഞാൻ തെഫ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, സെയിം സാധനം. നോ ക്രൈം വിത്തൗട്ട് ലോ, നോ പണിഷ്മെന്റ് ഫോർ ആക്ട്സ് നോട്ട് ക്രിമിനൽ അറ്റ് ദ ടൈം ഓഫ് ദ കമ്മീഷൻ. ഇത് പറയാണ് എ പേഴ്സൺ cannot be punished unless the act was already a crime under the law when it was done. ഞാനത് വീണ്ടും പറയുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ അല്ലേ? ഇനിയിപ്പം ആർട്ടിക്കിൾ 20 clause 1 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 20 clause 1 എന്താണ്? നോ റെട്രോസ്പെക്റ്റീവ് ക്രിമിനൽ ലയബിലിറ്റി. അതിൽ പേഴ്സൺ കാനോട്ട് ബി പനിഷ് ഫോർ ആക്ട് ദാറ്റ് വാസ് നോട്ട് ക്രൈം. നമ്മൾ നേരത്തെ ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം റെട്രോസ്പെക്റ്റീവ്, നേരത്തെ ഇതേയുള്ള സമയം പണിഷ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് പീനൽ സ്റ്റാറ്റ്യൂട്ട് സ്ട്രിക്ട്ലി ഇന്റർപ്രിറ്റഡ്. അതായത് ക്രിമിനൽ ലോസ് മസ്റ്റ് ബി റീഡ് എക്സാക്ട്ലി ആസ് റിട്ടൺ. എന്താണ് ഡെഫിനേഷൻ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾ ബെയർ ആക്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഇപ്പം BNSന്റെ IPC എന്ന വായിൽ വരുന്നത് BNSന്റെ ബെയർ ആക്ട് എടുത്ത് വായിച്ചാൽ അറിയാം. നമുക്ക് ഓരോ ഇതിനും ഓരോ ഡെഫിനേഷൻസ് ഉണ്ട്. അത് എക്സാക്ട്ലി അങ്ങനെ തന്നെ ആയിരിക്കണം. റീഡ് എക്സാക്ട്ലി ആസ് റിട്ടൺ. അതിനകത്ത് വേറെ ഡൗട്ടോ അതായത് ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം സാധനം. അടുത്തത് പ്രൊസീജിയറൽ ലോ മേ ബി റെട്രോസ്പെക്റ്റീവ്. അതായത് ലോ ഡീലിംഗ് വിത്ത് പ്രൊസീജിയർ can apply to pending or past cases as they not create new offense or punishment. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇത് ലോ പ്രൊസീജിയറൽ ലോസിന്റെ കാര്യമാണ് പറയുന്നത്. പ്രൊസീജിയർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സബ്സ്റ്റൻഷ്യൽ ലോ ഇതിനകത്ത് നമുക്ക് റെട്രോസ്പെക്റ്റീവ് എഫക്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇതിനകത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് കൊണ്ടുവരാൻ പറ്റും. നേരത്തെ എന്താ ഒരു പെൻഡിങ് കേസ്, ഒരു പാസ്റ്റ് കേസോ ഉണ്ടെങ്കിൽ റെട്രോസ്പെക്റ്റീവ് എഫക്ട് കൊണ്ടുവരാം. വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഇതൊക്കെ പറഞ്ഞു പോവാം. ഇനി അടുത്ത പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. ഇതടുത്ത് അക്യൂസ്ഡ് പ്രിസ്യൂംഡ് ഇന്നസെന്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി. ഇത് നിങ്ങൾക്ക് ഒരു കേസ് പോയി, ഞാൻ അവിടെ അക്യൂസ്ഡ്, എന്റെ കുറ്റം തെളിയുന്നത് വരെ ഞാൻ ഇന്നസെന്റ് ആണ്. ആ കുറ്റം ഞാൻ ചെയ്തു എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ അന്നുമാണ് ഞാൻ ഗിൽറ്റിയാണ്. അതുവരെ ആ ആൾ ഇന്നസെന്റ് ആണ്. അതിന് മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അതായത് നമ്മൾ ഈ കോടതി നമുക്ക് എതിരെയുള്ള ആ ഒരു വിധി വരുന്നത് വരെ ഞാൻ ഇന്നസെന്റ് ആണ്. അത് വന്നതിന് ശേഷം ഞാൻ ഗിൽറ്റിയാണ്. എപ്പോഴും ബേർഡൻ ഓഫ് പ്രൂഫ് ഓൺ പ്രോസിക്യൂഷൻ. പിന്നെ സ്റ്റാൻഡേർഡ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. ഈ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്ന് പറയുന്നത് പോയാ
ഹലോ, ഓഡിബിൾ ആണോ ഞാൻ? ആ, ഓക്കെ 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 ഓക്കെ. അടുത്തിലോട്ട് പോവാം നമുക്ക്. പണിഷ്മെന്റ്, ട്രയൽ ആൻഡ് അഡീഷണൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇത് ഒന്നുമില്ല. അതായത് പ്രപ്പോർഷണാലിറ്റി ഓഫ് പണിഷ്മെന്റ്. എങ്ങനെയാണ് നമുക്ക് പണിഷ്മെന്റ് എടുക്കുന്നത്? പണിഷ്മെന്റ് മസ്റ്റ് ഫിറ്റ് ദ ക്രൈം. അതായത് ഒരു തെഫ്റ്റ്, അതായത് ഒരാൾ ഒരു മോഷണം നടത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആളെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പം പണിഷ്മെന്റ് മസ്റ്റ് ഫിറ്റ് ദ ക്രൈം, പ്രിവെന്റ്സ് എക്സസീവ് ഓർ ആർബിട്രറി സെന്റൻസിങ്, കോർട്സ് കൺസിഡർ. ഇനി പണിഷ്മെന്റ്, നമുക്ക് പണിഷ്മെന്റ് കൊടുക്കുമ്പം കോർട്ട് കൺസിഡർ ചെയ്യുന്ന സംഭവങ്ങൾ, ആദ്യം ആ ഒഫൻസിന്റെ നേച്ചർ, അതിന്റെ ഇന്റൻഷൻ, അത് എങ്ങനെ, സോഷ്യൽ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും, സ്കോപ്പ് ഓഫ് റിഫോം, ഈ 4 കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് കോർട്ട് ഒരു പണിഷ്മെന്റ് ഇത് ചെയ്യാം. ഈ പണിഷ്മെന്റിന്റെ പ്രപ്പോർഷണാലിറ്റി. ആ, ഇത് വേറൊരു മെയിൻ സാധനം. BNS ഇൻട്രൊഡ്യൂസസ് കമ്മ്യൂണിറ്റി സർവീസസ് റിഫോർമേറ്റീവ് ജസ്റ്റിസ്. അതായത് ഈ BNS IPC ഇത്രയും നാൾ ഈ സാധനം ഉണ്ടായിരുന്നില്ല. BNS ഈ സാധനം വന്നു. എന്താണ്? ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് പണിഷ്മെന്റ്. നേരത്തെ പല ടൈപ്പ് പണിഷ്മെന്റുകളായിരുന്നു. എന്താ, ഡെത്ത്, ഇംപ്രിസൺമെന്റ്. IPCയിൽ ഉണ്ടായ പണിഷ്മെന്റുകൾ ഇതൊക്കെയാണ്. അതായത് ചാപ്റ്റർ 3 സെക്ഷൻ 53 IPCയിൽ പണിഷ്മെന്റുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് 5 ടൈപ്പ് പണിഷ്മെന്റുകളാണ് പറയാ. ഡെത്ത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെന്റ് ഒന്നില്ലെങ്കിൽ റിഗ്രസ് അല്ലെങ്കിൽ സിമ്പിള്, അല്ലെങ്കിൽ ഫോർഫീച്ചർ ഓഫ് മറ്റേ സ്വത്തുകൾ കണ്ടുകിട്ടുക, അല്ലെങ്കിൽ ഫൈൻ. ഇത്രയായിരുന്നു IPCയിൽ ഉണ്ടായിരുന്ന പണിഷ്മെന്റുകൾ. പക്ഷെ BNS ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പം ഒരു സാധനം കൂടി അതിന്റെ കൂടെ കയറി, കമ്മ്യൂണിറ്റി സർവീസ്. ഈ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഒഫൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയ ഒഫൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറയും. എക്സാമ്പിൾ ആട്ടോ, ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഇത്രയും പേരെ നോക്കുക, ഒരു ദിവസം ഫുൾ അവിടെ നിൽക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് കമ്മ്യൂണിറ്റി സർവീസ്. അങ്ങനത്തെ പണിഷ്മെന്റ് ഒരു ഇപ്പൊ കൊടുത്തു തുടങ്ങി. അത് BNSലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെക്കാം. ഇനി അഡീഷണൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ നുല്ല പോയസ് ലീഗ്, നോ പണിഷ്മെന്റ് വിതൗട്ട് ലോ, നമ്മൾ നേരത്തെ ഈ മാക്സിം നമ്മൾ കണ്ടു. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ലീഗാലിറ്റി, ക്രൈംസ് മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രൈം ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ്ഡ് ആയിരിക്കണം, ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. ഡബിൾ ജപ്പാടി, അതായത് നോ ഡബിൾ പണിഷ്മെന്റ്. അതായത് ഈ സാധനം ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഡബിൾ ജപ്പാടി, അതായത് ഒരിക്കൽ ഞാനൊരു ഒഫൻസിന് എന്താ, എന്നെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ അതിന് ശിക്ഷ മറ്റേ പണിഷ്മെന്റ് അനുഭവിക്കുകയോ ചെയ്താൽ, പിന്നീട് അതേ കേസിന്, സെയിം കേസിന് എന്നെ വീണ്ടും ശിക്ഷയ്ക്ക് വിധിക്കാൻ പാടില്ല. ഇന്ന് ഞാൻ ഒരാളെ കൊന്നു, ഒരു മർഡർ നടത്തി, ഞാൻ അതിന് ശിക്ഷ വിധിച്ചു, ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി, പിന്നെ ഇതേ ഒഫൻസിന് ആൾ അന്ന് വീണ്ടും കൊന്നേരം ഒന്നുകൂടി പണിഷ്മെന്റ് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഡബിൾ ജെപ്പേർഡ്. ആർട്ടിക്കിൾ 20 ക്ലോസ് 2 ഇത് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ആർട്ടിക്കിൾ 20 ക്ലോസ് 2 ഇത് പറയുന്നത്. നോ ഡബിൾ പണിഷ്മെന്റ് ഫോർ ദ സെയിം ഒഫൻസ്. അത് ആലോചിക്കാം. അല്ലാതെ ഇന്ന് ഞാനുള്ള കൊന്നു, എനിക്ക് ശിക്ഷ കിട്ടി, അത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരാളെ കൊന്നു, അപ്പൊ എന്നെ ശിക്ഷയ്ക്ക് വിധിക്കാം. സെയിം കേസിന് എന്നെ അകത്താക്കരുതെന്നേ ഉള്ളൂ. ഓക്കെ. ഇനി ഫെയർ ട്രയൽ, അത് ആർട്ടിക്കിൾ 21 പറയുന്നത്. മറ്റേ നമ്മുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടിയിൽ ഒരു വരുന്നതാണ് ഫെയർ ട്രയൽ. അതായത് നമുക്ക് ഫെയർ ആയിട്ടുള്ള ഒരു ട്രയൽ കിട്ടാൻ, അത് നമ്മുടെ റൈറ്റ് ആണ്. ഓക്കെ. സ്പീഡി ട്രയലും ലീഗൽ എയ്ഡ് ഒക്കെ കിട്ടാനായിട്ട് അത് നമ്മുടെ റൈറ്റ് ആണ്. ഇനി ഇൻഡിവിജ്വൽ ലയബിലിറ്റി, പേഴ്സണൽ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മൾ ചെയ്ത കുറ്റത്തിന് മാത്രമേ നമ്മളെ അകത്താക്കാൻ പറ്റൂ, അല്ലാതെ എന്താ, വേറൊരാൾ ചെയ്ത കുറ്റത്തിനായിട്ട് നമ്മളെ അകത്താക്കാൻ പറ്റൂല. ഇനി സോഷ്യൽ ഡിഫൻസ്, ലോ പ്രൊട്ടക്ട് സൊസൈറ്റി, പ്രൊബേഷൻ, പരോൾ. ഓക്കെ, അതൊക്കെ അറിയാലോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസസ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് എന്തൊക്കെ ടൈപ്പിലാണ് ഒഫൻസുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ബേസ്ഡ് ഓൺ കോഗ്നിസിബിലിറ്റി. അതായത് കോഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, പോലീസ് ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്. വാറന്റ് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റും.
നോൺ കോഗ്നിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി മാറിപ്പോയി. കോഗ്നിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറന്റും, നോൺ കോഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ കനോട്ട് അറസ്റ്റ് വിത്തൗട്ട് വാറന്റും. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസുകളും. കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ പോലീസ് ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറന്റും. അതിനോട് എഴുതാം. പോലീസ് ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതില് കനോട്ട് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്. അപ്പൊ ഈ കോഗ്നിസിബിൾ ഒഫൻസിൽ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ്? ഇത് യൂഷ്വലി സീരിയസ് ഒഫൻസുകൾക്കാണ് ഇത് കൊടുക്കാറ്. ഇങ്ങനെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യാറില്ല. അത് എക്സാമ്പിൾ പറയുകയാണെ മർഡർ, റേപ്പ്, റോബറി, കിഡ്നാപ്പിംഗ്, ഇതിനൊക്കെയാണ് ഇത് ബേസിക്കലി ഉള്ളത്. നോൺ കോഗ്നിസിബിൾ ഒഫൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ്. എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? ഡിഫമേഷൻ, സിമ്പിൾ ഹേർട്ട്, പബ്ലിക് ന്യൂസൻസ്. ഇങ്ങനത്തെ ലെസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾക്കായിരിക്കും നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയാം. ഇത് ഓക്കെയാണോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഗ്രാവിറ്റി. അപ്പം ഒന്ന് പറഞ്ഞ കോഗ്നിസിബിലിറ്റിയുടെ ബേസിലാണ്. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഗ്രാവിറ്റി. അതായത് പെറ്റി കേസസ്, മൈനർ ഒഫൻസുകളാണ് പെറ്റി കേസസ് എന്ന് പറയാം. സീരിയസ് ആയിട്ടുള്ളത് മൈനർ ട്രാഫിക് വയലേഷൻ, സ്മോൾ പബ്ലിക് ന്യൂസൻസ്, അതൊക്കെയാണ് ഈ പെറ്റി കേസുകൾ എന്ന് പറയുന്നത്. പെറ്റി കേസുകൾ എന്ന് കേട്ടിട്ടില്ലേ? ഇനി സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ തെഫ്റ്റ്, ചീറ്റിംഗ്, ഗ്രീവിയസ് ഹേർട്ട് കോസ് ചെയ്യുക, അതൊക്കെയാണ് സീരിയസ് ഒഫൻസുകൾ. ഹീരിയസ് ഒഫൻസുകൾ എന്ന് പറയുന്നത് റേപ്പ്, മർഡർ, ടെററിസം, ഇതൊക്കെയാണ് ഹീരിയസ്. ഇതിനൊക്കെ സിവിയർ പണിഷ്മെന്റ് ആണ്. എക്സ്ട്രീംലി സീരിയസ് ക്രൈംസ് ആണ് ഇതൊക്കെ. മറ്റേ സീരിയസ് ഇതിന് നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആയിരിക്കും. ഇതിന് എക്സ്ട്രീം ഹൈ ആയിട്ടുള്ള പണിഷ്മെന്റുകളായിരിക്കും. ഇതിനൊക്കെ സ്മോൾ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഫൈൻ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഇനി ബേസ്ഡ് ഓൺ കോമ്പൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ സെറ്റിൽഡ് ഒഫൻസസ് ദാറ്റ് ക്യാൻ ബി സെറ്റിൽഡ് ബിറ്റ്വീൻ പാർട്ടീസ്. കോർട്ടിന്റെ പെർമിഷൻ വേണോ വേണ്ടേ? മേ ഓർ മേ നോട്ട് ബി റിക്വയർഡ് ആണ്. ലെസ് സീരിയസ് ഒഫൻസ്, അതായത് സിമ്പിൾ ഹേർട്ട്, ഡിഫമേഷൻ, ക്രിമിനൽ ട്രസ്പാസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഈ കോർട്ടിന്റെ സമ്മതം ഉണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ നമുക്ക് ആ പാർട്ടി സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം പൈസയുടെ രൂപത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റും. ഈ നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കനോട്ട് ബി സെറ്റിൽഡ്, കോംപ്രമൈസോ സെറ്റിൽമെന്റോ ഒന്നും പറ്റാത്തത്, ഒഫൻസസ് കൺസിഡേർഡ് അഗെയിൻസ്റ്റ് സൊസൈറ്റി, അതൊക്കെയാണ് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസുകൾ എന്ന് പറയുക. അപ്പം ഇത് എഴുതി വെക്കാം. ഒഫൻസസ് ദാറ്റ് ക്യാൻ ബി സെറ്റിൽഡ് ബിറ്റ്വീൻ പാർട്ടീസ്. നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസസ് cannot be settled. ഇതിന്റെ എക്സാമ്പിൾസ്, അതായത് കോമ്പൗണ്ടബിൾ എക്സാമ്പിൾസ് സിമ്പിൾ ഹേർട്ട്, ചെറിയ ഹേർട്ട്, ഡിഫമേഷൻ നമുക്കറിയില്ലേ, ക്രിമിനൽ ട്രസ്പാസ്. ഇനി നമ്മൾ നോൺ കോമ്പൗണ്ടബിളിന്റെ എക്സാമ്പിൾസ് വരുവാണെ മർഡർ, അതൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു ഹീനിയസ് ആയിട്ടുള്ള ക്രൈമുകൾ, മർഡർ, റേപ്പ്, എക്വാലിറ്റി, ഇതൊക്കെയാണ് എന്താ നോൺ കോമ്പൗണ്ടബിൾ വരിക. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. കോഗ്നിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ക്യാൻ അറസ്റ്റ്, വിത്തൗട്ട് വാറന്റ്. സീരിയസ് ആയിട്ടുള്ള ക്രൈമുകൾക്കാണ് ഇത് കൊടുക്കുക. നോൺ കോഗ്നൈസിബിൾ വാറന്റ്
പോലീസ് കാനോട്ട് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് ആണ്. ഗ്രാവിറ്റിയുടെ ബേസിൽ പിറ്റി, സീരിയസ്, ഹീനിയസ്. ഇനി ബേസ്ഡ് ഓൺ കോമ്പൗണ്ടബിലിറ്റിയുടെ ആണെങ്കിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതിനെയാണ് കോമ്പൗണ്ടബിൾ എന്ന് പറയാം, സെറ്റ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറയാം. ഇനി ക്രൈം വിസസ് ടോർട്ട് വിസസ് സിവിൽ റോങ്. ക്രൈം ഒരു പബ്ലിക് റോങ്ങും ടോർട്ട് ഒരു സിവിൽ റോങ്ങുമാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ പറയാം. ക്രൈം ഒരു പബ്ലിക് റോങ് ആണ്, ഇതൊരു പ്രൈവറ്റ് റോങ് ആണ്. പ്രൈവറ്റ് സെയിം ആണ് ഇതെല്ലാം. ഇനി അതായത് ഈ ടോർട്ടും സിവിൽ റോങ്ങും ആണ് പറയുന്നത്. ഈ പ്രോസിക്യൂട്ടർ സ്റ്റേറ്റ് ആയിരിക്കും, പ്രോസിക്യൂഷൻ ക്രൈമിന്റെ സ്റ്റേറ്റ് ആയിരിക്കും, ടോർട്ടിന്റെ ഇൻഡിവിജ്വൽ ആയിരിക്കും. റെമഡി പണിഷ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പണിഷ്മെന്റുകളായിരിക്കും. BNS വന്നതോടെ കമ്മ്യൂണിറ്റി സർവീസും കൂടി കയറി 6 ഉണ്ടാവും. ഡാമേജസ്, ഈ ഡാമേജും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ടോർട്ടിൽ പഠിച്ചാണ്. ഡാമേജ് എന്ന് പറഞ്ഞാൽ റോങ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ മോണിറ്ററി ആയിട്ടുള്ള കോമ്പൻസേഷനുകളാണ് ഡാമേജസ് എന്ന് പറയാം. നമ്മൾ ചെയ്ത കിട്ടിയ ഹാമിനുള്ള കോമ്പൻസേഷൻ ഡാമേജസ് എന്ന് പറയാം. ഇനി പ്രൂഫ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്, മറ്റേ പ്രിപ്പോണ്ടറൻസ്, ഇതാണ് ബേസിക് ഡിഫറൻസ്. ഇതൊക്കെ ചോദിക്കാറുണ്ട് ഇടയ്ക്കല്ല, ഇതിനകത്തുള്ള സംഗതി. ഇതിപ്പം പബ്ലിക് റോങ് ആണോ പ്രൈവറ്റ് റോങ് ആണോ, സ്റ്റേറ്റ് ഇൻഡിവിജ്വൽ പണിഷ്മെന്റ്, ഡാമേജസ് എന്താണ്, ടോർട്ടിന്റെ റെമഡി എന്തായിരിക്കും, ക്രൈമിന്റെ റെമഡി പണിഷ്മെന്റ് ആണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി മെൻസ് റിയ ഇൻ ക്രിമിനൽ ലോ, മെന്റ് എലമെന്റ് ഓഫ് എ ക്രൈമിനെയാണ് മെൻസ് റിയ എന്ന് പറയാ. ഫോംസ്, ഇന്റൻഷൻ, നോളജ്, റെക്ലസ്നസ്, നെഗ്ലിജൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന് മെൻസ് റിയ ഇല്ലാതെ ആക്ട് സീരിയസ് മാത്രം വെച്ചുകൊണ്ട് പണിഷ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകളുണ്ട്. സ്ട്രിക്റ്റ് ലൈഫ് നമ്മൾ പറഞ്ഞു. ഫുഡ് അഡൾട്രേഷൻ, പിന്നെ മോട്ടോർ വെഹിക്കിൾ, ഇതിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, വേഗം പറയുന്നത്. ഇനി പണിഷ്മെന്റ് അണ്ടർ ക്രിമിനൽ ലോ BNS. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു ഇത്രയും സാധനങ്ങളാണ് IPC ഉണ്ടായിരുന്നത്. ഇപ്പൊ BNS വന്നതോടെ ഇത്രയും സാധനങ്ങളായി. കമ്മ്യൂണിറ്റി സർവീസും കൂടെ വന്നു. ന്യൂ ഇൻഫോർമേറ്റീവ് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി സർവീസും കൂടെ അതിനകത്തേക്ക് വന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ക്രിമിനൽ ലോ, ഡിറ്ററന്റ് മെക്കാനിസം, അതായത് പണിഷ്മെന്റ് കൊടുത്തതിന് ശേഷം ആ പണിഷ്മെന്റ് കണ്ട് ഫിയർ ഓഫ് ഇനിയിപ്പം വീണ്ടും ആ ഇത് ചെയ്യാനുള്ള ഒരു പേടി എന്താണ് ഉണ്ടാവും. നെക്സ്റ്റ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് ആയിരിക്കും, ബാലൻസ്ഡ് ആൻഡ് സെക്യൂരിറ്റി. അതൊക്കെ ലെസ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ്, ക്രിമിനൽ ലോന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്ന. ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട്, MCQ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക, അല്ലെങ്കിൽ തംസപ്പോ എന്തെങ്കിലും. ഓക്കെ, സ്പീഡ് കൂടുതലാന്ന് അറിയാം ലാസ്റ്റ് ആയിട്ടും, കാരണം നമുക്ക് ടൈമിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് തീർക്കാനുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് MCQയിലോട്ട് കിടക്കാം. ക്രിമിനൽ ലോ പ്രൈമറിലി ഡീൽസ് വിത്ത്, ക്രിമിനൽ ലോ എന്തിനാണ് ഡീൽ ചെയ്യുക? ഇതിപ്പം ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജസിൽ പറയുകയോ ചെയ്യോ? എനിക്ക് കാണാനും പറ്റുന്നില്ല. ക്രിമിനൽ ലോ പ്രൈമറിലി ഡീൽസ് വിത്ത് എന്തായിരിക്കും? പ്രൈവറ്റ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആണോ? അല്ല. കോമ്പൻസേഷൻ ഫോർ ലോസ് അല്ല. ഒഫൻസസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു ഇല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയൂ, അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരുന്നു, നമുക്ക് വേഗം തീർക്കായിരുന്നു. ഇപ്പൊ ഞാനിങ്ങനെ സ്വിച്ച് ചെയ്ത് നോക്കണം, അതാണ്. ഓക്കെ, അപ്പൊ അൺമ്യൂട്ട് ചെയ്ത് പറയേ പറ്റുന്നവരൊക്കെ. ഓക്കെ, നെക്സ്റ്റ്, ക്രിമിനൽ ലോ ഇസ് ക്ലാസിഫൈഡ് ആസ് വിച്ച് ടൈപ്പ് ഓഫ് ലോ? എന്ത് ടൈപ്പ് ഓഫ് ലോ ആണ്? പ്രൈവറ്റ് ലോ ആണോ? പബ്ലിക് ലോ. യാ, കറക്റ്റ്, പബ്ലിക് ലോ. ഓക്കെ, ഇനി ഇൻ ക്രിമിനൽ ലോ ദ പ്രോസിക്യൂട്ടർ ഈസ് യൂഷ്വലി ആരായിരിക്കും? പ്രോസിക്യൂഷൻ യൂഷ്വലി ആരായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോസിക്യൂഷൻ ആരായിരിക്കും? സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ,
ഇനി നെക്സ്റ്റ്, വിച്ച് സ്റ്റാറ്റ്യൂട്ട് റീപ്ലേസ് ദ ഇന്ത്യൻ പീനൽ കോഡ് 1860? ഏതാ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് BNS, ഭാരതീയ ന്യായ സംഹിത. അപ്പൊ ഇത് ഏതൊക്കെയാ? ഭാരതീയ സാക്ഷ്യാധിനിയം എന്ന് പറയുന്ന എവിഡൻസ് ആക്ടിന്റെ ബാക്കിയാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത CRPCയുടെ ആണ്. ക്രിമിനൽ പ്രൊസീജിയർ ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്. അപ്പൊ ഇതാണ് ഭാരതീയ ന്യായ സംഹിതയാണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്, ദ ഭാരതീയ ന്യായ സംഹിത ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പാർലമെന്റ്. ഇൻട്രൊഡ്യൂസ്ഡ്, കെയിം ഇൻ ടു ഫോഴ്സ് അല്ല, ഇൻട്രൊഡ്യൂസ്ഡ്. ഏത് വർഷമാണ്? 2023, correct. Next, the Bharatiya Nyaya Sanhita 2023 was enacted by the Parliament in, ഇത് enacted ആണ്, came into force in, sorry, came into force അല്ല, enacted ആണ്. ഏതാ? came into force അല്ല കേട്ടോ, enacted, December 2023. ഓക്കെ. ഇനി അടുത്തതാണ് ഭാരതീയ ന്യായ സംഹിത came into force in First January 2024. First January. First July. Sorry. IPC അല്ലേ? Okay. January. First January നമ്മൾ നേരത്തെ പറഞ്ഞ IPC came into force ആണ് First January 1862. BNS came into force വന്നത് First July 2024 ആണ്. Okay. Next, which feature is newly emphasized under the Bharatiya Nyaya Sanhita? ഇത് നമ്മളിപ്പോ കുറെ നേരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം. പുതിയൊരു ഫീച്ചർ, കമ്മ്യൂണിറ്റി സർവീസ്. ബാക്കി എല്ലാം ഉണ്ടായിരുന്നല്ലേ. ഇനി അടുത്തത്, the first FIR under BNS was reportedly registered in which state? അതായത് ആദ്യം BNS നിലവിൽ വന്നത് പറഞ്ഞല്ലോ 2023 വന്നതിന് ശേഷം ആദ്യമായിട്ട് BNSന്റെ ബേസിസിൽ എന്താ റിപ്പോർട്ട് ചെയ്ത, BNS വെച്ച് സെക്ഷൻ വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത FIR എന്താണ് ഉത്തർപ്രദേശിലായിരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ് അത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ. ഇത് ഫസ്റ്റ് കേസ് രജിസ്റ്റർഡ് അണ്ടർ ദ BNS റിലേറ്റഡ് ടു ദ ഒഫൻസ്. ആദ്യത്തെ ഒഫൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തർപ്രദേശിൽ ചെയ്തു എന്ന് പറയില്ലേ, BNS വെച്ച് FIR ഇട്ടത് സ്നാച്ചിങ് ആയിട്ട്, ചെയിൻ സ്നാച്ചിങ്ങിന്റെ ഒഫൻസിന്റെ ബേസിലാണ് ആ FIR ഇട്ടത്. ഇനി the main objective of criminal law is to, ക്രിമിനൽ ലോന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവം. കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാനാണോ, അല്ലെങ്കിൽ മോറൽ വാല്യൂസ് എൻഫോഴ്സ് ചെയ്യാനാണോ, അല്ലെങ്കിൽ സൊസൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനാണോ ഹാർംഫുൾ കണ്ടക്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എന്തായിരിക്കും? പ്രൊട്ടക്ട് സൊസൈറ്റി ഫ്രം harmful conduct. Okay. ഇനി ഡിറ്ററൻസ് ഇൻ ക്രിമിനൽ ലോ റെഫേഴ്സ് ടു, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡിറ്ററൻസ് എന്താണ്? വീണ്ടും കുറ്റം, അതായത് ഫിയർ ഉണ്ടാവും, അടുത്ത പ്രാവശ്യം പ്രിവെന്റിങ് ക്രൈം ത്രൂ ഫിയർ ഓഫ് പണിഷ്മെന്റ്. ഇനി എന്താണ് പണിഷ്മെന്റ് കിട്ടുമെന്നുള്ള പേടിയാൽ ക്രൈമിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക, അതാണ് ഡിറ്ററൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്ട് ഓഫ് ക്രിമിനൽ ലോ? ക്രിമിനൽ ലോന്റെ ഒരു ഒബ്ജക്റ്റ് അല്ല. Enforcement of private contracts. Private contracts. Okay. ഇനി അടുത്തത്, which law governs criminal procedure in India? സിമ്പിൾ ആണ്. ക്രിമിനൽ പ്രൊസീജിയർ BNSS ആണ്. പ്രൊസീജിയർ അല്ലേ ചോദിച്ചേക്കുന്നത്? നമ്മൾ ട്രയലും അതൊക്കെ ചെയ്യുന്നത് പ്രൊസീജിയർ. CRPC എന്താണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് BNSS. ഇതാണ് പ്രൊസീജിയർ ലോസ് ചെയ്യുക. ഇത് സബ്സ്റ്റാൻഷ്യൽ ലോ. മനസ്സിലായോ? ഇത് സബ്സ്റ്റാൻഷ്യൽ ലോ, ഇത് പ്രൊസീജിയറൽ ലോ. ഇതിനകത്ത് അത് BNSല് ഡിഫൈൻ ചെയ്യും ഒഫൻസുകളെ, ഇതിൽ അതിന്റെ പ്രൊസീജിയർ പറയും. ഓക്കെ അല്ലേ?
ഓക്കെ. ഇനി ക്രിമിനൽ ലോ ഇസ് ബേസ്ഡ് ഓൺ വിച്ച് ടു കോർ എലമെന്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്രിമിനൽ ലോ ഒരു ക്രൈം ആവണമെങ്കിൽ 2 സാധനങ്ങൾ വേണം. ഓപ്ഷൻ സി. മെൻസ് റിയ ആൻഡ് ആക്ടസ്. മെൻസ് റിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗിൽറ്റി മൈൻഡും, ആക്ടസ് എന്ന് പറഞ്ഞാൽ റോങ്ഫുൾ ആക്ടും. ഓക്കെ ഓക്കെ. അടുത്തത്, വിച്ച് മാക്സിം മീൻസ് ദ ആക്ട് ഡസ് നോട്ട് മേക്ക് എ പേഴ്സൺ ഗിൽറ്റി അൺലെസ് ദ മൈൻഡ് ഈസ് ഗിൽറ്റി? ആ ഒരു മാക്സിം പഠിച്ചായിരുന്നു. സി, ആക്ടസ് നോൺ ഫാസിറ്റ് റിയം നിസി മെൻസിറ്റ് റിയ. ഓക്കെ. അടുത്തത്, the principle no crime without law is known as? അത് നമ്മൾ മാക്സിം പഠിച്ചല്ലോ. സി. നോ ക്രൈം വിത്തൗട്ട് ലോ. സി, നല്ലും ക്രിമിനൽ സിനിലേക്ക്. ഓക്കെ. അടുത്തത്, presumption of innocence means? Presumption of innocence means നമ്മൾ പഠിച്ചു. ഓപ്ഷൻ സി. സി, accused is innocent until proven guilty. Okay. Which standard of proof applies in criminal cases? Beyond reasonable doubt. അടുത്തത്, cognizable offense are those where? ഇത് നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ. നമ്മള് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസസിന്റെ അത് നമ്മള് ഏതാ പറഞ്ഞേ? കോഗ്നിസിബിൾ എന്തിന്റെയാ? ബി ആണോ മാം? ഹലോ മാം, ബി ആണോ? ഒരു മിനിറ്റ്. Yeah. Police can arrest without warrant. ഓക്കെ അല്ലേ? ഇതപ്പോ ഈ കോംപ്രമൈസസ് മാൻഡേറ്ററി ഏതിലാണ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇത് ഏതാണ്? അപ്പം ആൻസർ ഇതാണ്, ബി ആണ്. സി എന്തായിരിക്കും? കോൺട്രാക്റ്റിലാണോ? അല്ല, നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. നേരത്തെ നമ്മളൊരു ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഒഫൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം പഠിച്ചു. ബേസ്ഡ് ഓൺ കോമ്പൗണ്ടബിലിറ്റിയുടെ ബേസിൽ പഠിച്ചോ? കോമ്പൗണ്ടബിലിറ്റിയുടെ ബേസിസിൽ ഇവിടെ പറഞ്ഞല്ലോ. ഹലോ. അതെ മാം, ഒന്നോട് പറഞ്ഞായിരുന്നു. ഒന്നുകൂടി പറയാം. ഓക്കെ, വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഈ സംഭവം ബേസ്ഡ് ഓൺ കോഗ്നിസിബിലിറ്റി, അതിനകത്താണ് നമ്മൾ പോലീസിനെ അറസ്റ്റ് വിത്തോട് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഗ്രാവിറ്റിയുടെ ബേസിൽ, അതായത് ഒഫൻസുകളുടെ ക്ലാസിഫിക്കേഷൻ ആയി പറയുന്നത്. ഒന്ന് ബേസ്ഡ് ഓൺ കോഗ്നിസിബിലിറ്റി, ബേസ്ഡ് ഓൺ കോമ്പൗണ്ടബിലിറ്റി. ഈ മൂന്നാമത്തെ കോമ്പൗണ്ടബിലിറ്റിയിലാണ് കോമ്പൗണ്ടബിൾ. ഇത് അതായത് സെറ്റിൽമെന്റ് ചെയ്ത് കേസ് തീർപ്പാക്കുന്നില്ലേ, അതാണ് കോമ്പൗണ്ടബിൾ. കോംപ്രമൈസ് മാൻഡേറ്ററി ആണ് ഇവിടെ. കോംപ്രമൈസ് ആണ് ഈ കോമ്പൗണ്ടബിൾ. ഇനി അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ്? സിമ്പിൾ ഹേർട്ട്, ഡിഫമേഷൻ, ക്രിമിനൽ ട്രസ്പാസ് ഒക്കെ. ഈ നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ പൈസ വെച്ച് സെറ്റിൽ ചെയ്യാൻ പറ്റൂല, പണിഷ്മെന്റ് മാത്രമേ അതിനൊരു ഇതുള്ളൂ. അതായത് മർഡർ, സീരിയസ് ആയിട്ടുള്ള ക്രൈമുകൾക്കൊക്കെ ഇല്ലേ, അതിന് പൈസ കൊണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ നമ്മള്. മർഡർ, റേപ്പ്, ഡെക്കോയിറ്റി, അതൊക്കെയാണ് നോൺ കോമ്പൗണ്ടബിൾ. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഓക്കെ. Cognizable of the laws where compromise is mandatory. Okay അല്ലേ? ഓക്കെ.
Which of the following is a non-compoundable offense? നമ്മളിപ്പോ പറഞ്ഞില്ലേ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ഇതിനകത്ത് ഏതാണ്? Minor hurt. Of the following is a non-compoundable offense. കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് വഴി നമുക്ക് എന്താ സെറ്റിൽമെന്റ് വഴി നമുക്ക് ഒത്തുതീർപ്പാക്കാൻ പറ്റും. മറ്റേത് സെറ്റിൽമെന്റ് വഴി ഒത്തുതീർപ്പാക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതപ്പോ സെറ്റിൽമെന്റ് വഴി ഇപ്പൊ കോമ്പൗണ്ടബിൾ എന്ന് പറയുമ്പോൾ ലെസ് സീരിയസ് ആയിരിക്കില്ലേ? കാരണം പൈസ കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ലെസ് സീരിയസ് അല്ലേ? നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറയുമ്പോൾ അത് സീരിയസ് ആയിരിക്കില്ലേ? അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് നോൺ കോമ്പൗണ്ടബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു സീരിയസ് ആയിട്ടുള്ളത് ഏതാ? മർഡർ അല്ലേ? ബാക്കി മൂന്നും എന്താ നോൺ കോമ്പൗണ്ടബിൾ ലെസ് സീരിയസ് ആണ്. ലെഫ്റ്റ് സീരിയസ് ആവും, അത് അതിന്റെ ഇത് അനുസരിച്ച്, നേച്ചർ അനുസരിച്ച്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഓക്കെ നമ്മൾ വായിച്ചു. ഇനി മെൻസ്രിയ ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്താ? മെൻസ്രിയ നമ്മൾ പറഞ്ഞു കുറെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് മെൻസ്രിയ ഉണ്ടാവുന്നത്. അപ്പം ഇതിനകത്ത് ഏതാണ് അതല്ലാത്ത? കോമ്പൻസേഷൻ. അപ്പൊ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന? ഇന്റൻഷൻ, നോളജ്, നെഗ്ലിജൻസ്, പിന്നെ റെക്ലെസ്നെസ്. ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. കോമ്പൻസേഷൻ മാത്രമേ ഇതിൽ ഓടുകൊണ്ടായിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ്, സ്ട്രിക്ട് ലയബിലിറ്റി ഒഫൻസസ് ആർ ദോസ് വെയർ നമ്മൾ പറഞ്ഞു സ്ട്രിക്ട് ലയബിലിറ്റി. നമ്മൾ നേരത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, ആക്ടസ് റിയസും മെൻസ് റിയയും കൂടെ കൂടുമ്പോഴാണ് ഒരു ക്രൈം ഉണ്ടാവുന്നത്. ഇനി സ്ട്രിക്ട് ലയബിലിറ്റി എക്സെപ്ഷനിൽ നമ്മൾ എന്താ പറഞ്ഞേ? അതായത് സ്ട്രിക്ട് ലയബിലിറ്റി നമ്മൾ എന്താ പറഞ്ഞേ? മെൻസ് റിയ വേണമെന്നില്ല, ആക്ടസ് റിയസ് മാത്രം മതി ഒരു ക്രൈം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മെൻസ് റിയ ഇസ് ഇറലവന്റ്. അതല്ലേ ആൻസർ? മെൻസ് റിയ വേണമെന്നില്ല സ്ട്രിക്ട് ലയബിലിറ്റിയുടെ ഒഫൻസ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലായി. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പണിഷ്മെന്റ് അണ്ടർ BNS? സിമ്പിൾ, കമ്മ്യൂണിറ്റി സർവീസ്. ഇനി റോങ്ഫുൾ കൺഫൈൻമെന്റ്. ഇത് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാ. റോങ്ഫുൾ കൺഫൈൻമെന്റ് അതായത് ഒരാളെ ഒരു ലീഗൽ ഇതുമില്ലാതെ തടഞ്ഞു വെക്കുക, ആ ആളുടെ മൂവ്മെന്റ് തടയുക. അതിനെയാണ് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയാ. മനസ്സിലായ? സ്റ്റോപ്പിംഗ് എ പേഴ്സൺ ഫ്രം ലീവിംഗ് വെൻ ദേ ആർ അലൗഡ് ടു ഗോ. ഒരാളെ ലോക്കപ്പ് ചെയ്യോ അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യോ, അതായത് ഒരു ലീഗൽ റൈറ്റ് ഇല്ലാതെ ആ ഒരാളെ ലോക്കപ്പ് ചെയ്യോ റെസ്ട്രിക്ട് ചെയ്യോ ചെയ്യുന്നതിനെയാണ് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ. അതായത് ഇപ്പം ഒരു കടയിൽ ചെന്നിട്ട് അയാള് നമുക്ക് ഒരു കാര്യം നമ്മൾ റൂമിലിട്ടങ്ങ് ലോക്ക് ചെയ്യാം, ഒരു കാര്യമില്ല. ഒരു ലീഗൽ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഒരു വാലിഡ് റീസൺ ഇല്ലാതെ നമ്മൾ ലോക്ക് ചെയ്ത് നമ്മുടെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ എന്താ? റോങ്ഫുൾ കൺഫൈൻമെന്റ് ആണ്. അതിൽ BNSന്റെ സെക്ഷൻസ് വരുന്ന 126 130 വരെയാണ്. IPC 139 തുടങ്ങി 339 തുടങ്ങി 348 വരെയായിരുന്നു. നമ്മൾ നേരത്തെ ഒരു അൺലോഫുൾ റെസ്ട്രെയിൻ വിത്തിൻ ദ
ലിമിറ്റ്സ്. ഇതിന്റെ എസെൻഷ്യൽ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ റോങ്ഫുൾ റെസ്ട്രെയിന്റ് ഉണ്ടായിരിക്കണം, റോങ്ഫുൾ ആയിട്ട് നമ്മൾ തടഞ്ഞു വെക്കണം, ഡെഫിനറ്റ് ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം, ഇന്റൻഷനൽ ആയിട്ട് കൺഫൈൻമെന്റ് ഉണ്ടായിരിക്കണം, നമുക്കൊരു മൂവ്മെന്റ്, നോ ഫ്രീ മൂവ്മെന്റ്. ഇതുപോലെ തന്നെ ഇതിന് രണ്ടെണ്ണം ഉണ്ട്, റോങ്ഫുൾ കൺഫൈൻമെന്റും റോങ്ഫുൾ റെസ്ട്രെയിന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ്ഫുൾ റെസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ ഒരാള് ഇങ്ങോട്ട് പോകാൻ അനുവദിക്കുന്നില്ല, ഇങ്ങോട്ട് പോകാൻ അനുവദിക്കുന്നില്ല, പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഈ വഴിക്ക് പോകാൻ പറ്റും. ഇതിനെ റോങ്ഫുൾ റെസ്ട്രെയിന്റ് എന്ന് പറയാം. പക്ഷെ റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് വശത്തേക്കൂടെയും പോകാൻ പറ്റില്ല, രണ്ട് വശം എന്നെ എനിക്ക് മൂവ്മെന്റ് ഇല്ല, അതിനാണ് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഇനി ഫോംസ് ആൻഡ് പണിഷ്മെന്റ് ഓഫ് റോങ്ഫുൾ കൺഫൈൻമെന്റ്. ഫോം എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നാണ്. സിമ്പിൾ കൺഫൈൻമെന്റ് വെറുതെ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് തടഞ്ഞു വെക്കുക. സീക്രട്ട് കൺഫൈൻമെന്റ് ആൾക്കാർ അറിയാതെ തടഞ്ഞു വെക്കുക. കൺഫൈൻമെന്റ് എക്സ്ട്രോഡ് കൺഫെഷൻ ഓഫ് പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പണമോ എന്തെങ്കിലും തിരികെ നൽകാൻ വേണ്ടിയിട്ട് കൺഫൈൻ ചെയ്ത് വെക്കുക, തടഞ്ഞു വെക്കില്ലേ, അങ്ങനെ. പണിഷ്മെന്റ് ഇതിന്റെ 1 year ഫൈൻ ഓർ ബോത്ത്, ഒന്നില്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ ബോത്ത്. അഗ്രീഡ് ഫോംസ് 2 to 3 years ഓർ മോർ, അത് അതിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും. ഇനി ജനറൽ എക്സെപ്ഷൻസ്, BLS-ലുള്ള ജനറൽ എക്സെപ്ഷൻസ് ആണ്. നമ്മൾ കുറേ ഒഫൻസുകളും ഇതൊക്കെ പഠിച്ചപ്പം അതിൽ ഇത് എപ്പോഴും ചോദിക്കും കേട്ടോ, ജനറൽ എക്സെപ്ഷൻസ്. മിസ്റ്റേക്ക് ഓഫ് ആക്ട്, അതായത് മിസ്റ്റേക്ക് ഓഫ് ലോ. ഇപ്പൊ നമുക്കൊരു ആഴ്ച തൊട്ട് ഒരു കുറ്റം ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ നിയമം അറിയില്ലായിരുന്നു, ഇങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഒരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, മിസ്റ്റേക്ക് ഓഫ് ലോ ഒരു എക്സെപ്ഷൻ അല്ല. ഒരു ലോ, ഇപ്പം ഫോറിനർ വന്ന് ഇന്ത്യയിൽ വന്ന് ഒരു ക്രൈം ചെയ്തിട്ട് പറയുന്നത് എനിക്ക് ഇവിടുത്തെ ലോ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമല്ല. ഒരാൾ രാജ്യത്തേക്കിടെ അവിടുത്തെ ലോ അറിഞ്ഞിരിക്കണം. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഒരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, ഇനി ജുഡീഷ്യൽ ആക്ട് എക്സെപ്ഷൻ ആണ്. ജുഡീഷ്യറി വഴി എക്സിക്യൂട്ട് ചെയ്യുന്ന ആക്ടുകളെല്ലാം. ആക്സിഡന്റ്, നെസസിറ്റി എന്ന് പറഞ്ഞാൽ അറിയോ, അതായത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞത് ഒരു കടയ്ക്ക് തീ പിടിച്ചു, അപ്പം ഇപ്പുറത്ത് ഒരു വീടാ, ആ വീടിന്റെ മേലെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇപ്പുറത്ത് തീ ആള് കത്തിക്കൊണ്ടിരിക്കുക, അപ്പൊ ഒരാൾ വേഗം ചെന്നിട്ട് ഇവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇവരുടെ അടുത്തുള്ള വീട്ടിലേക്ക് എനിക്ക് വാട്ടർ ടാങ്ക് കുത്തി പൊട്ടിച്ച് വെള്ളം അങ്ങോട്ടേക്ക് ഒഴിക്കുക, ഇങ്ങനെ തീ ആള് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ എന്താ ശരിക്കും സംഭവിച്ചേ? ചെറിയ ദുരന്തവും ഒഴിവാക്കാൻ വേണ്ടി, വലിയ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി ചെറിയ വലിയ ദുരന്തം ഉണ്ടാക്കാൻ വേണ്ടി, അപ്പൊ ഞാൻ നെസസിറ്റി എന്ന് പറയാം, അതൊരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, ഇനി ഇൻഫാൻസി എന്താ? ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years ഓഫ് 7 വയസ്സിന് താഴെയുള്ള കുട്ടികള് ഇതെല്ലാം എന്ന് പറയുന്ന സംഭവം ഇൻഫാൻസി. അതിനകത്ത് 12 ഇതായിട്ട് പഠിക്കാം, കുറച്ച് ബ്രോഡായിട്ട് പഠിക്കാം. അപ്പൊ അതൊരു എക്സെപ്ഷൻ ആയിട്ട് കാണാം. ഇൻസാനിറ്റി എന്ന് പറയുന്നത് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാര്. ഓക്കെ, അൺസൗണ്ട് മൈൻഡോ? ഇൻസാനിറ്റി അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള, അതായത് ബുദ്ധിയില്ലാത്തവർക്ക് മാത്രമല്ല, ഈ എന്താ പറയാ, മെന്റൽ സ്റ്റേറ്റ് ഓക്കെ മെന്റൽ സ്റ്റേറ്റ് ഓക്കെ അല്ലാത്തവര് എന്ന് വേണം പറയാം, ആക്ട് കോസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് നോട്ട് ഇന്റൻഡഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട്. അതായത് ഹലോ, യെസ് മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ ഞാൻ എന്താ നമ്മൾ വീണ്ടും പ്രോഡക്റ്റ് പഠിക്കും. ഇപ്പം ടൈം 8:20 ആയി, അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതിയോ? മതി. മതിയോ? മതി. ഓക്കെ 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 ഓക്കെ. അല്ല മാം, ക്ലെയിമിന്റെ പെർസ്പെക്റ്റീവില് വരുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാലും മതി. ഓക്കെ 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 ഓക്കെ, ഇത് നമ്മള് കാരണം ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെന്ന് വെച്ചാൽ നമുക്കിപ്പം എന്താ ഇത് വീണ്ടും നമ്മൾ ബ്രോഡായിട്ട് പഠിക്കുന്നുണ്ട്. സെക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഭയങ്കര രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും.
അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത്. ഇപ്പം കൺസെന്റ്, പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് അറിയാം, ഞാൻ പറഞ്ഞുതരാം. പ്രൈവറ്റ് ഡിഫൻസ് വരുന്നുണ്ട് ഇനി ബർഡൻ ഓഫ് പ്രൂഫ് ഓൺ എവിഡൻസ് ആക്ട്, അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഈ ഡോക്ട്രിൻ ഓഫ് ഡബിൾ ജെപ്പേർഡി നമ്മൾ നേരത്തെ പറഞ്ഞു. സെയിം ഒഫൻസിൽ സെയിം പേഴ്സണെ ഇത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. സെയിം ഒഫൻസിന് സെയിം പേഴ്സൺ നമുക്ക് വീണ്ടും ആളെ കൺവിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ അല്ലേ? അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സിന്, സിവിൽ ലയബിലിറ്റി, ഡിസ്ട്രിക്ട് ഒഫൻസസ് അണ്ടർ ഡിഫറെന്റ് ലോസ്. ഇത് ലെസ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ ഡബിൾ ജെപ്പേർഡി ഇതിന്റെ ആർട്ടിക്കിൾ പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 20 ക്ലോസ് 2 ഇതാണ്. ഇനി ഈ സാധനം ഇതിന്റെ ഡോക്ടർ പഠിച്ചു വെക്കുക, അത് മാത്രം അറിഞ്ഞാൽ മതി. അതിനൊരു മാക്സിമം ഉണ്ട്, നെമോ ഡെബറ്റ് ബിസ് വെക്സാര, അതായത് no one should be tried or vexed twice for the same cause. ഒരു സെയിം കോസിന് വേണ്ടി ആളെ വീണ്ടും ഇത് ചെയ്യാൻ പാടില്ല, പണിഷ് ചെയ്യാൻ പാടില്ല. അപ്പം ഈ മാക്സിമം എഴുതിയെടുത്തോട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മാക്സിംസ് ചോദിക്കും, മാക്സിംസ് തറവായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ്. BNS സെക്ഷൻ 34 to 44 ആണ് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ്. സ്കോപ്പ്, ഡിഫൻസ് ഓഫ് ബോഡി, ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി. കണ്ടീഷൻസ്, ഇമിനന്റ് ത്രെറ്റ് ആയിരിക്കണം, പ്രപ്പോർഷനേറ്റ് ഫോഴ്സ് ആയിരിക്കണം, നോ സ്റ്റേറ്റ് എയ്ഡ് അവൈലബിൾ. ഡിഫൻസ് ആൻഡ് നോട്ട് റിലേറ്റഡ്, അതായത് IPC പ്രൈവറ്റ് ഡിഫൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് 96 to 106 നമുക്ക് എവ്രി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു സേവ് ഹിസ് ബോഡി അല്ലെ. അപ്പം ഒന്നില്ലെങ്കിൽ ഡിഫൻസ് ഓഫ് ബോഡി ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി. അതിന്റെ നമുക്ക് എല്ലാവർക്കും ഉള്ള റൈറ്റ് എന്താ? ടു ഡിഫെൻഡ് ഹിസ് ഓൺ ബോഡി ഓർ ഓഫ് എനി അതർ പേഴ്സൺ, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് an offense affecting the human body, പ്രോപ്പർട്ടി മൂവബിളോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കോ എതിരായിട്ടുള്ളത്, ഓർ ഹിംസെൽഫ് ഓർ എനി അതർ പേഴ്സൺ. ഇമ്മിനന്റ് ത്രെറ്റ് ഉണ്ടാവണം. അത് പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം എന്നെ പിടിച്ച് കയ്യിൽ തല്ലി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ആളെ കൊല്ലാനൊന്നും പറ്റില്ല. അപ്പം പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫോഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മള് പ്രൈവറ്റ് ഡിഫൻസ് എന്ന എക്സസൈസ് ചെയ്യാൻ. ഓക്കെ ഓക്കെ, ഇനി എസെൻഷ്യൽസ് ഓഫ് ക്രൈം എന്താണ്? ക്രൈമിന്റെ എസെൻഷ്യൽസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഒരു ക്രൈമിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാ? ഹ്യൂമൻ ബീങ്ങിനുള്ളതായിരിക്കണം. വോളണ്ടറി ആക്ട് ഓർ ഇല്ലീഗൽ ഒമിഷൻ, വോളണ്ടറി ആക്ടും ഒരു ഇല്ലീഗൽ ഒമിഷനും ഉണ്ടായിരിക്കണം. മെൻസ് റിയ ഉണ്ടായിരിക്കണം. ഇഞ്ചുറി ഉണ്ടായിരിക്കണം, ഒരു ഇഞ്ചുറി സംഭവിച്ചിരിക്കണം. പണിഷബിൾ അണ്ടർ ലോ, പണിഷബിൾ ആയിരിക്കണം. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ലോ അല്ലാത്തൊരു സംഭവം നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, എക്സിക്യൂട്ട് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. ആക്ട് ഇസ് നോട്ട് ഫാസിലിറ്റി ആൻഡ് മിസ്സി മെൻസിറ്റി, ഇതൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് ക്രൈം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഹ്യൂമൻ ബീങ് ആയിരിക്കണം, വോളണ്ടറി ആക്ട് ഓൺ ലീഗൽ ഒമിഷൻ ആയിരിക്കണം, മെൻസറിയ. ഇപ്പം ഹ്യൂമൻ ബീങ് ആയിരിക്കണം എന്ന് പറഞ്ഞത് ഇപ്പം ഒരു എന്താ പറയാ, ഒരു ആന ഒന്നും അല്ല കുത്തി എന്തെങ്കിലും ഇതുണ്ടായി കഴിഞ്ഞാൽ ആനയ്ക്ക് എതിരെ കേസെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഹ്യൂമൻ ബീങ്ങിനെതിരെ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. ഇനി വോളണ്ടറി ആക്ട് ഓൺ ഇല്ലീഗൽ ഒമിഷൻ, മെൻസറിയ, ഇഞ്ചുറി, പണിഷബിൾ അണ്ടർ ലോ. ഓക്കെ, ഇനി സ്റ്റേറ്റ്സ് ഓഫ് ക്രൈം. ആദ്യം ഇന്റൻഷൻ, പിന്നെ പ്രിപ്പറേഷൻ, പിന്നെ അറ്റംപ്റ്റ്, പിന്നെ കമ്മീഷൻ. ഈ 4 സ്റ്റേറ്റ്സ് ഓഫ് ക്രൈം. ആദ്യം ഇന്റൻഷൻ ഉണ്ട്, പിന്നെ അതിന് പ്രിപ്പയർ ചെയ്യുന്നു, അറ്റംപ്റ്റ് ചെയ്യുന്നു, കമ്മീഷൻ. ഇനി ഇത് 4 കൂടെ വരുമ്പോഴാണ് ക്രൈം സ്റ്റേജുകളാണ് ക്രൈം. ഇനി എക്സെപ്ഷൻ. ഇതിന്റെ എക്സെപ്ഷൻ എന്താണെന്നറിയോ? കമ്മീഷണറെ കുറ്റം ചെയ്യുക. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ശ്രമിക്കുക, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ എക്സെപ്ഷൻസ്. പ്രിപ്പറേഷൻ. ഈ പ്രിപ്പറേഷൻ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരാളെ, ഇതിപ്പോ 4 കൂടെയാണ് നമ്മൾ സ്റ്റേജസ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞത്. ഈ പ്രിപ്പറേഷൻ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരാളെ പണിഷ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെ സർക്കംസ്റ്റൻസ് ആണെന്ന് പറയാം. വേജിങ് വാർ, കൗണ്ടർ ഫീറ്റിംഗ്, ടെററിസം, ഇതൊക്കെ പ്രിപ്പറേഷൻ. ഒരു രാജ്യത്തിനെതിരെ നമ്മൾ ഇങ്ങനെ ഞാൻ കള്ളക്കടത്തിന് മറ്റേ തോക്കൊക്കെ മേടിച്ച് മറ്റേ ടെററിസം അറ്റാക്കിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുക, അത് തന്നെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് സ്പെസിഫിക് ഒഫൻസസ് അണ്ടർ BNS. കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ. കൾപ്പബിൾ ഹോമിസൈഡ്, മർഡർ ഒക്കെ ഇത് സ്പെസിഫിക് ഒഫൻസുകളാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ.
ഈ പണിഷ്മെന്റ് കൾപ്പബിൾ ഹോമിസൈഡിന് ലൈഫ് അപ് ടു 10 years ഫൈൻ, ഡെത്തിന് ഡെത്ത് ഓർ ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈൻ. അതർ നോട്ടബിൾ ഒഫൻസ് തെഫ്റ്റ്, ഹേർട്ട്, ഗ്രീവിയസ് ആയിട്ട്. ഹേർട്ടും ഗ്രീവിയസ് ആയിട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഒരു എല്ല് വല്ലതും പൊടിഞ്ഞാൽ അത് നേരെ ഗ്രീവിയസ് ഹേർട്ടായി. പല്ല് പോയാലോ ഒരു എല്ല് ഒരു പൊട്ടല് വന്നാലോ അത് ശക്തം മാറി, വകുപ്പ് മാറി. അത് കോൺസ്പിറസി, റേപ്പ്, ഇതൊക്കെയാണ് അതർ നോട്ടബിൾ ഒഫൻസുകൾ. പണിഷ്മെന്റ് ആസ് പെർ ഗ്രാവിറ്റി. ഇതിപ്പം സീരിയസ് ആണോ ഹീനിയസ് ആണോ അല്ലെങ്കിൽ പെറ്റി കേസുകളാണോ അങ്ങനെ അനുസരിച്ചാണ് അതിന്റെ പണിഷ്മെന്റുകൾ വരിക. നമ്മൾ പറഞ്ഞല്ലോ ബേസ്ഡ് ഓൺ ഗ്രാവിറ്റിയുടെ ബേസിസിൽ നമ്മൾ പണിഷ്മെന്റിനെ ഇത് ചെയ്യുന്നു. ഇനി കോഗ്നിസിബിൾ ഒഫൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, പോലീസ് ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് ആണ് കോഗ്നിസിബിൾ ഒഫൻസ്. മർഡർ, റേപ്പ്, തെഫ്റ്റ്, കിഡ്നാപ്പിംഗ് അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ വിത്തൗട്ട് കോർട്ട് പെർമിഷൻ. കോർട്ടിന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കോർട്ടിന്റെ പെർമിഷൻ കിട്ടുന്നത് വരെ നോക്കി നിൽക്കണ്ട. അപ്പൊ അത് എങ്ങനത്തെ ഒഫൻസുകളായിരിക്കും? സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളായിരിക്കും. ഇനി റോങ്ഫുൾ കൺഫെഷൻ നമ്മൾ MCQലോട്ട് എടുക്കാം. ലാസ്റ്റ് പോർഷൻ എത്തി. മൂന്നാല് MCQs കഴിഞ്ഞ് കഴിഞ്ഞു. എന്താണ് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പഠിച്ചു. വേറെ മൂവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതായിരിക്കും? ബിയോണ്ട് ഡിഫൈൻഡ് ലിമിറ്റ്സ് അല്ലേ? ബി. ഇവിടെ അതായത് റോങ്ഫുൾ, അതാ ഞാൻ ചോദിച്ചതാ അത്. കാരണം നമ്മള് മാറിപ്പോവും. റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കൂട്ടിയിടുന്നു, പിന്നെ ഒരു സ്ഥലത്തേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു മൂവ്മെന്റും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല പോവാൻ. എന്നാൽ റോങ്ഫുൾ റെസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഈതർ വൺ സൈഡിലേക്ക് പോവാൻ പറ്റും. ഇപ്പം ഈ സൈഡിലേക്കുള്ളത് പോകണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഈ സൈഡിലേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. അതാണ് റോങ്ഫുൾ റെസ്ട്രെയിന്റ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം റോങ്ഫുൾ റെസ്ട്രെയിന്റ് ആണ് ഇവിടെ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതല്ലേ എ അല്ലേ വരിക ആൻസർ. ഓക്കെ, അടുത്തത് റോങ്ഫുൾ കൺഫൈൻമെന്റ് ഡിഫേഴ്സ് ഫ്രം കണ്ട. റോങ്ഫുൾ കൺഫൈൻമെന്റ് ഡിഫേഴ്സ് ഫ്രം റോങ്ഫുൾ റെസ്ട്രെയിന്റ് ബിക്കോസ് കൺഫൈൻമെന്റ് എന്താ? ബി. ഓപ്ഷൻ ബി. എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് ബർഡൻ ഓഫ് പ്രൂവിംഗ് ജനറൽ എക്സെപ്ഷൻ ലൈസ് ഓൺ. ജനറൽ എക്സെപ്ഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ജനറൽ എക്സെപ്ഷന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിന്റെ ബർഡൻ ഓഫ് പ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ആരാണ് കുറ്റം ചെയ്തത്, എന്നല്ല, ഈതർ പ്രതിയോർ വാദി അതിനകത്ത് ആർക്കാണ് ഈ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്, അതാണ് ബർഡൻ ഓഫ് പ്രൂവിംഗ് എന്ന് പറയാം. അപ്പൊ ജനറൽ എക്സെപ്ഷന്റെ കേസിൽ ബർഡൻ ഓഫ് പ്രൂവിംഗ് അക്യൂസ്ഡിന്റെ ഭാഗത്തായിരിക്കും. അക്യൂസിന്റെ ഭാഗത്തായിരിക്കും. ആരാണോ കുറ്റം ഉന്നയിക്കപ്പെട്ട ആൾ, അതായത് ഈ കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ ആളാണ് തെളിയിക്കേണ്ടത് എന്ത്, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ആ ആളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജനറൽ എക്സെപ്ഷൻ അണ്ടർ BNS? ഏതാ? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഓക്കെ, മിസ്റ്റേക്ക് ഓഫ് ലോ ഒരു എക്സെപ്ഷൻ ആണോ? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എക്സെപ്ഷൻ ആണ്. മിസ്റ്റേക്ക് ഓഫ് ലോ ഒരു എക്സെപ്ഷൻ ആണോ അങ്ങനെയാണെങ്കിൽ? അല്ല. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 20 ക്ലോസ് 2 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡബിൾ jeopardy. Okay, double jeopardy. Okay, next, double jeopardy applies only when ഓപ്ഷൻ എ. only when എല്ലാ വായിക്കും.
ബി. ഒന്നുകൂടി നോക്ക്. ഓപ്ഷൻ All ഡി. of the beard, all of the All bone. ഓൾ ഓഫ് ദ എബവ് ആണ്. എല്ലാം വരും. ഓക്കെ, നിങ്ങൾക്ക് ഡബിൾ ജെപ്പാടിക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ആ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് ദ മാക്സിം നെമോ ഡെബറ്റ് ബിറ്റ്സ് വിക്സാരി മീൻസ്. നമ്മൾ ഡബിൾ ജെപ്പാടി തന്നെ പറഞ്ഞത്, അതിന്റെ ഡബിൾ ജെപ്പാടിയുടെ ആണത്. ഓപ്ഷൻ സി ആണോ? ആ, സി ആണ്. അപ്പം ഈ മാക്സിമം ഒന്നും പറഞ്ഞു പോലെ കേട്ടോ, മാക്സിമം കാണാതെ പഠിക്കുക. അത് പഠിക്കാനായിട്ട് വേറെ ഫാക്ടേഴ്സ് അതൊക്കെ നമുക്ക് പേര് കേട്ട ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. പക്ഷെ ഈ ചില സാധനങ്ങൾ കാണാതെ പഠിക്കാൻ നിവർത്തിയില്ല. ഓക്കെ, അടുത്തത് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് ഇസ് എന്താണ്? പ്രിവെന്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ്. ഓക്കെ, അടുത്തത് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് എൻഡ്സ് വെൻ ഇൻജുറി ഈസ് കോസ്റ്റ്. അല്ല, ഇൻജുറി ഈസ് കോസ്റ്റ്. സി ആണോ? സി ആണ്, ഡേഞ്ചർ സീസസ്. ഓക്കെ, ഇനി വിച്ച് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ ഓഫ് ക്രൈം. ക്രൈമിന്റെ എസെൻഷ്യൽ അല്ലാത്തത്. മോട്ടീവ് ആണോ? എന്തോ? മോട്ടീവ്. മോട്ടീവ് ആണ് എസെൻഷ്യൽ അല്ലാത്തത്. ബാക്കി എസെൻഷ്യൽസ് ഒക്കെ കാണാതെ തന്നെ പഠിച്ചു വെക്കണേ. അടുത്തത് പ്രിപ്പറേഷൻ ഈസ് ജനറലി നോട്ട് പണിഷബിൾ എക്സെപ്റ്റ് ഇൻ കേസസ് ലൈക്ക്. പ്രിപ്പറേഷൻ ഈസ് ജനറലി നോട്ട് പണിഷബിൾ എക്സെപ്റ്റ് ഇൻ ദ കേസസ് ലൈക്ക്. നമ്മളൊരു കുറെ സ്റ്റേജസ് പറഞ്ഞു ക്രൈമിന്റെ. അതായത് നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങൾ വരുമ്പം പ്രിപ്പറേഷൻ നടത്തി എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരാളെ പണിഷ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഏതിലാ? ഓപ്ഷൻ ബി ആണോ സി ആണോ? സി ആണ്, വേജിങ് വാർ. ഞാൻ മർഡറിന്റെ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാനൊരു എന്താ വല്ല ഒരാൾക്ക് വിഷം കൊടുത്ത് കൊല്ലാന്ന് വിചാരിക്കും. വിഷം മേടിച്ച് ഞാൻ വെച്ചു, എന്റെ കയ്യിൽ വെച്ചു. ഞാൻ വിഷം മേടിച്ച് കയ്യിൽ വെച്ചു. അല്ലാതെ ഞാൻ അത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ആളുടെ വീട്ടിൽ കൊണ്ടുപോകും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്നെ ഇത് ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ എന്നെ പിടിച്ച് എനിക്ക് പറഞ്ഞൂടെ? ഇപ്പം വേറെ ആവശ്യം. ഓക്കെ, ഇപ്പൊ തെഫ്റ്റ് ആണെങ്കിലും ഒരാളുടെ വീട് മറ്റേ കുത്തിപ്പൊളിക്കാൻ വേണ്ടി ഞാൻ പാരയൊക്കെ മേടിച്ചു വെച്ചു. പക്ഷെ കുത്തി തുറന്നില്ല, പോയില്ല, ഒന്നുമില്ല. അതിനെന്നെ ഇത് ചെയ്യാൻ പറ്റും? ആ പ്രിപ്പറേഷൻ നടത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേജിങ് വാർ അഗെയിൻസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഓൾ മർഡർ ഈസ് കൾപ്പബിൾ ഹോമിസൈഡ് ബട്ട്. ഇത് ഓപ്ഷൻ ബി, സം കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് നോട്ട് മർഡർ. അതായത് എല്ലാ മർഡറുകളും കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, പക്ഷെ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും മർഡർ ആയിക്കൊള്ളണമെന്ന് ഇല്ല. ഓക്കെ, അടുത്തത് വിച്ച് ഒഫൻസ് ഇൻവോൾവ്സ് ഡിസ്ഹോണസ്റ്റ് റിമൂവൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഡിസ്ഹോണസ്റ്റ് റിമൂവൽ ഓഫ് ഒരു മൂവബിൾ പ്രോപ്പർട്ടീനെ ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള റിമൂവൽ ഏതായിരിക്കും? സിമ്പിളാ. ഓപ്ഷൻ എ ആണോ? തെഫ്റ്റ് ആണ് ആൻസർ. സോറി. തെഫ്റ്റും റോബറിയും തമ്മിലൊക്കെ ഉള്ള ഡിഫറൻസ് നമുക്ക് പഠിക്കാം കേട്ടോ. ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ പേരൊക്കെ വേറെയാണ്. നമുക്ക് പഠിക്കാം. അടുത്തത് ഗ്രീവിയസ് ഹേർട്ട് ഇൻക്ലൂഡ്സ്. ഇത് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. ഗ്രീവിയസ് ഹേർട്ട് എന്താണ്? സി ആണോ? സി, ഫ്രാക്ചർ ഓർ ഡിസ്ലൊക്കേഷൻ. വെല്ലുവിട്ടിയാലോ പല്ലൊഴിഞ്ഞാലോ കഥ മാറി. അടുത്തത് ക്രിമിനൽ കോൺസ്പിറസി റിക്വയർസ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി ആണ്. എഗ്രിമെന്റ് ടു കമ്മിറ്റ് ഇല്ലീഗൽ ആക്ട്. കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ എന്താ? ഗൂഢാലോചന. അപ്പം ഒരു ഇല്ലീഗൽ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് അല്ലേ കോൺസ്പിറസി എന്ന് പറയാ. അപ്പം എന്റെ മനസ്സിൽ ഞാൻ മോട്ടീവ് ഉണ്ട്, അങ്ങനെ ഗൂഢാലോചന നടത്തിയാലോ എന്നുള്ളത് ഒരു കോൺസ്പിറസി അല്ലല്ലോ.
എഗ്രിമെന്റ് ടു മോട്ടീവ് അതിലൊരു എലമെന്റ് ആണെന്ന് പറഞ്ഞു. ഏത് കോൺസ്പിറസിയുടെയോ? അല്ലാതെ സ്റ്റേജസ് ഓഫ് ക്രൈം. സ്റ്റേജസ് ഓഫ് ക്രൈമിൽ അതെ. ഇതിവിടെ നമ്മൾ ചോദിച്ച ക്രിമിനൽ കോൺസ്പിറസിയുടെ അല്ലേ? സ്റ്റേജസ് ഓഫ് ക്രൈമിന്റെ അതെ, അതൊരു മോട്ടീവ്, ഒരു ഇത് തന്നെയാണ്, എസെൻഷ്യൽ തന്നെയാണ് മോട്ടീവ് വേണം എന്നുള്ളത്. ക്രിമിനൽ കോൺസ്പിറസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയേ ഉള്ളൂ ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കൺഫ്യൂഷൻ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് മാറും. അപ്പൊ ഗൂഢാലോചനയ്ക്ക് ഇപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ നമ്മുടെ ഇത് വെച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. എഗ്രിമെന്റ് ടു കമ്മിറ്റ് ലീഗൽ ആക്ട്, ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെന്റിൽ വരിക കമ്മിറ്റ് ലീഗൽ ആക്ട്, ലീഗൽ ആക്ട് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റിലേക്ക് വരുന്നതാണ് ക്രിമിനൽ കോൺസ്പിറസി, ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അറ്റംപ്റ്റ് ഒരു ഇതല്ലേ? കമ്മീഷൻ ഓഫ് ഒഫൻസ് ഒരു ഈ ബാക്കി 3 നമ്മുടെ ഒരു എസെൻഷ്യൽ അല്ലേ ക്രൈമിന്റെ? അതെന്താ വരാത്തെ അപ്പം? മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ദ മാക്സിം അടുത്തത് ഡി മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ് മീൻസ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, അത് നിങ്ങൾ എഴുതി വെച്ചോ കേട്ടോ. ലോ ഇഗ്നോർസ് ട്രൈബൽ മാറ്റേഴ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞുതരാം. ഇതും കൂടെ കഴിഞ്ഞു. മാം ഇത് മാത്രം പഠിച്ചാൽ മതിയോ? നമുക്ക് ഇന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ ഇത്ര തന്നെയല്ലേ ചോദിക്കുള്ളൂ? ഇൻഡെപ്തിലൊന്നും നോക്കണ്ടല്ലോ? ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. നമ്മൾ ഇൻഡെപ്തി പഠിച്ചാലേ നമുക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുള്ളൂ, മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇത് മാത്രം പഠിച്ചാൽ മതിയല്ലോ അല്ലെ? എന്ത്? ഈ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. മതിയല്ലോ? അല്ല, അങ്ങനെയല്ല, നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ ഇന്നത്തെ PDF എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്സ് മാത്രം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല, BNS എന്താ, IPC എന്താ, ക്രൈം എന്താന്നൊക്കെ ഒരു ഐഡിയ കിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ. ഇതൊരു ബേസിക് ക്ലാസ്. ഇനിയും ക്ലാസ് ഉണ്ടാവും, ഇനിയും ക്ലാസ്സസ് ഉണ്ടാവും, അതിനകത്തൊക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെറിയ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ. ഈ ലോ ഇഗ്നോർസ് ട്രൈബൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത്, ഈ ട്രൈബൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കേസ്. അപ്പം ഈ ഡി മിനിമസ് നോട്ട് കുറാറ്റ് ലെക്സ് മീൻസ് അതിന്റെ മീനിങ് എഴുതി വെച്ചോ. ദ ലോ ഡസ് നോട്ട് കെയർ അബൌട്ട് very small or severe matters. ഇത് എഴുതി വെച്ചോട്ടോ, ഇത് ചോദിക്കേ. അപ്പൊ ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞ, അതായത് ഇപ്പം ഒരു വലിയ ക്രൗഡ് വന്ന് നിൽക്കുക. ആ ക്രൗഡിന്റെ ഇടയിൽ കൂടെ ക്രൗഡിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മള് കാല് പെട്ടെന്ന് ഒരാളുടെ വേറെ കാല് പറ്റി അയാൾക്ക് ഒരു ഹേർട്ട് സംഭവിച്ചു. അതൊക്കെ ചെറിയ കേസുകളല്ലേ? അതിനൊക്കെ എന്താ പറയാ, അതൊരു ക്രൈം അല്ല. ലോ അതിനെ ഇഗ്നോർ ചെയ്യും. അതാണ് ഇത് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതോടുകൂടി കഴിഞ്ഞു. താങ്ക് യു. എന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ലല്ലേ ആദ്യം, പെട്ടെന്ന് തുടങ്ങിയത് കൊണ്ട്. എന്റെ പേര് ആൻ എന്നാണ്. ഞാൻ ഗവൺമെന്റ് ലോ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് ഇവിടെ എന്താ പറയാ, ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് വരാനാണ് എല്ലാരും പ്ലാൻ ചെയ്യുന്നത്. അതെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ കാണാം. ഓക്കെ ഓക്കേടാ. ഓക്കെ, ബൈ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ മുടങ്ങാണ്ട് കയറുക. എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ബൈ. താങ്ക് യു. Okay, ma'am. Thank you. Thanks a lot. Okay. Okay, bye. Okay. Thank you. Bye.